കട്ടിളക്കാൽ രണ്ടിൻ്റെ മേലും കുറുമ്പടി മേലും പുരട്ടി അതിനകത്ത് ജനമിരിക്കുവാനും, പുളിപ്പില്ലാത്ത ഭവനമായി, പൊടിയില്ലാത്ത ഭവനമായി, ക്ലീൻഡപ്പായ ശുദ്ധീകരിക്കപ്പെട്ട വീടായി അതിനെ സൂക്ഷിക്കുവാൻ അന്ന് ആവശ്യപ്പെടുകയും, അന്ന് രാത്രിയിൽ സംഹാരകൻ രക്തം കണ്ട് അവിടെ നിന്ന് മാറുകയും ചെയ്തു. ഇന്ന് രക്തത്തിൻ്റെ അടയാളം എൻ്റെയും നിങ്ങളുടെയും മേലുള്ളതിനാൽ, പുളിപ്പില്ലാത്ത ഭവനങ്ങളിൽ ദൈവമക്കൾ പാർക്കുന്നതിനാൽ, യേശുവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ എന്ന പോലെ സംഹാരകൻ പലരെയും വിട്ടുമാറിയത് ഈ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നിലധികം പ്രാവശ്യം മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട എന്നെ, പല പ്രാവശ്യം മരണവക്രത്തിൽ നിന്ന് എന്നവണ്ണം രക്ഷ പ്രാപിച്ച എന്നെപ്പോലെ ഇതിനകത്തിരിക്കുന്ന പലരെ ഇവിടം വരെ കൊണ്ടുവരുവാൻ കാരണം നമ്മുടെ മേൽ തളിക്കപ്പെട്ട രക്തമാണ്. അത് മിസ്രയീമിൽ ചൊരിഞ്ഞ രക്തമല്ല, അത് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമാണ്. ഇതിൻ്റെ ഓർമ്മയാണ് ഇന്ന് പകൽ ഒരു പ്രാവശ്യം കൂടെ നാം ദൈവസന്നിധിയിൽ ആചരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട എബ്രായനോട് ആണ്ടുതോറും ഈ ക്രിയ ചെയ്യുവാൻ ദൈവം ആവശ്യപ്പെട്ടു. എന്തിനാ കർത്താവേ? മിസ്രയീമിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി അല്ല ഇത് എടുത്തത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കറിയാവുന്നത് അത്രേ ഉള്ളെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ കാര്യം ദൈവത്തിനുണ്ട്. അത് കാണേണ്ടതിന് ഇനിയും നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. അതുവരെ വർഷം തോറും ഇത് ആചരിക്കുക. പെസഹയുടെ കറക്റ്റ് ദിവസം പെസഹ ആചരിപ്പാൻ കഴിയാത്തവന് വേണ്ടി ചെറിയ പെസഹ എന്നർത്ഥം വരുന്ന കുർദീഷ് എന്ന ക്രിയയും ഇസ്രയേലിൽ നിയമിച്ചു. യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തു കാൽവരിയിൽ കൊരിലിറക്കപ്പെടുന്ന സമയം, നിയമിക്കപ്പെട്ട ദിവസം, പെസഹയുടെ ദിവസം, പാളയത്തിനകത്ത് അനേകർ പെസഹ കുഞ്ഞാടിനെ അറുക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ, അബ്രഹാം മകനെ യാഗം കഴിച്ചതുപോലെ തൻ്റെ പുത്രനാകുന്ന പെസഹ കുഞ്ഞാടിനെ പാളയത്തിൻ്റെ പുറത്ത് വെച്ച് അറുക്കേണ്ടതിന് തീരുമാനിച്ച വിവരം യേശു മുന്നറിഞ്ഞതിനാൽ കുർദീഷ് ആചരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. യൂദായുടെ ഉൾപ്പെടെ കാലുകൾ കഴുകി, നഷ്ടമാകുവാൻ പോകുന്ന മോനെ യൂദായെ, നിനക്കിനിയും രക്ഷപ്പെടുവാൻ അവസരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെയും കാലുകൾ കഴുകി. പക്ഷേ അതുകൊണ്ടൊന്നും വ്യത്യാസം വരുത്തുവാൻ അവന് കഴിഞ്ഞില്ല. സമയമായി. യേശു ശിഷ്യന്മാരുമായി അത്താഴത്തിനിരുന്നു. കൂട്ടത്തിൽ യൂദായും ഉണ്ടായിരുന്നു. അപ്പം നുറുക്കി എല്ലാവർക്കും കൊടുത്തു, യൂദായ്ക്കും കൊടുത്തു. എല്ലാവരുടെയും അകത്തേക്ക് അനുഗ്രഹം കയറുമ്പോൾ യൂദായുടെ അകത്തേക്ക് സാത്താൻ അവനിൽ കടന്നു വന്ന് എഴുതിയിരിക്കുന്നു. അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു യേശുവിനെ ഒറ്റുവാൻ മടങ്ങി. ഇന്ന് പകൽ എഴുന്നേൽക്കുന്ന നാം എന്തുദ്ദേശത്തിന് വേണ്ടി, എന്തിനു വേണ്ടി പോകും? സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയിലേക്ക് കയറുമോ? അതോ ഒറ്റുവാൻ വേണ്ടി 30 വെള്ളിക്കാശിൻ്റെ പുറകെ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോകുമോ? ഒരു തീരുമാനം നാം തന്നെ എടുക്കേണ്ടതുണ്ട്. യേശു പച്ചവെള്ളം എടുത്തു, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. നിങ്ങൾ അന്യോന്യം ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു ദിവസം മനസ്സിലാകും എന്നവരോട് സൂചകാത്മകമായി പറഞ്ഞു. അത്താഴം കഴിഞ്ഞു, പാട്ടുപാടി, പെസഹ ആചരിച്ചു. അതിൻ്റെ ഒടുവിലത്തെ ഘടകമായി പല ആവർത്തി നമ്മൾ ഇവിടെ തൊട്ടിട്ടുണ്ട്. 13ാമത്തെ ഘടകമായി സ്തോത്രഗീതം പാടി താൻ ഗദസമനയിലേക്ക് മാറി. അന്ന് രാത്രിയിൽ യേശു ഒറ്റപ്പെട്ടു, താൻ പിടിക്കപ്പെട്ടു. താൻ പിടിക്കപ്പെടുന്നതിന് മുന്നമേ അപ്പം തൃക്കരങ്ങളിൽ എടുത്തു, വാഴ്ത്തി നുറുക്കി, അഥവാ അഫിക്കോം വാഴ്ത്തി നുറുക്കി. സാധാരണ പെസഹയിൽ നിന്ന് ഒരപ്പം എടുത്ത് മാറ്റിവെക്കുകയും ആ അപ്പത്തെ അഫിക്കോം എന്ന് വിളിക്കുകയും ചെയ്യുന്നത് പെസഹയുടെയും കുർദിഷിൻ്റെയും പ്രോഗ്രാമുകളിൽ ഒന്നാണ്. യേശു അത് ചെയ്തു. പിന്നത്തേതിൽ വെളിപ്പെടുവാനുള്ളത് എന്നർത്ഥം വരുന്ന അഫിക്കോം തിരിച്ചു കൊണ്ടുവരുമ്പോൾ യൂദ സ്ഥലത്തില്ല. അവൻ അപ്പവും ചാറിൽ മുക്കിയ അപ്പവും മറ്റും വാങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. രോഗശാന്തി വാങ്ങി, ഭൗതികമായ നന്മകൾ വാങ്ങി അനേകർ പുറപ്പെട്ടു പോയി. യൂദ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ യേശു പറഞ്ഞിപ്പോൾ ഞാൻ പിതാവിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി നുറുക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞ് താൻ ആഫിക്കോം നുറുക്കി
ശിഷ്യന്മാർക്ക് പകുത്തു കൊടുത്തു. ഇന്ന് പകൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയായ ഈ അപ്പം നാം വാഴ്ത്തുമ്പോൾ മറക്കരുത്, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് യേശു. ഞാൻ അപ്പത്തിൽ മടങ്ങി വരാം. അപ്പം കൊടുത്ത ശേഷം താൻ പാനപാത്രവും എടുത്തു. അപ്പം കഴിച്ചവർക്കാണ് പാനപാത്രത്തിൻ്റെ പങ്ക്. എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പഴയ നിയമകാലങ്ങളിൽ പെസഹ ആചരിക്കുമ്പോൾ ഇത് ഇസഹാക്കിനെ കുറിക്കുന്നുവെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്ത അപ്പം ഇപ്രാവശ്യം യേശു എടുത്തേച്ച് പറഞ്ഞു, 1000 വർഷങ്ങളായി ലക്ഷോപലക്ഷം ഭവനങ്ങളിൽ ഇസഹാക്കിനെ ഓർമ്മിപ്പിക്കുന്ന ആ അപ്പം തിന്നയിടത്ത് ഒരു ചേഞ്ച്, ഒരു പുതിയ നിയമം. ഇത് എൻ്റെ ശരീരമാണ്. ഇത് ഇസഹാക്കിൻ്റെ ഓർമ്മയല്ല. ഇസഹാക്കിൽ സൂചകമായി നിർവഹിച്ചത് ഇന്ന് പൂർണ്ണയിൽ കാൽവറിയിൽ നിർവഹിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. ഞാൻ ജീവന്റെ അപ്പമെന്ന് പറഞ്ഞവനായ ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് തെളിയിച്ചവനായ യേശു എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ തെളിയിച്ചെടുക്കേണ്ടതിന് അപ്പം തൃക്കരങ്ങളിൽ എടുത്തു, വാഴ്ത്തി. ജഡാവതാരം എടുത്ത യേശുവിൻ്റെ ജഡത്തെ ആ അപ്പം ചിത്രീകരിക്കുന്നു. താൻ തന്നെ അത് നുറുക്കി. യേശുവിനെ കാൽവരിയിൽ ആരൊക്കെയോ പിടിച്ച് കുരിശിച്ചതല്ല, താൻ തന്നെ ക്രൂശുമരം എടുക്കുവാൻ സ്വയം നിയമിക്കപ്പെട്ടുകൊണ്ട്, സ്വയം ഏൽപ്പിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി മാറുകയായിരുന്നു. അപ്പത്തിൽ വീണ്ടും മടങ്ങി വരും. അപ്പം കൊടുത്ത ശേഷം പാനപാത്രം എടുത്തു. അപ്പത്തിൽ പങ്കുള്ളവർക്കാണ് പാനപാത്രത്തിൽ പങ്കു വേണ്ടത്. പാനപാത്രവും എടുത്തു, വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. കഴിഞ്ഞ പ്രാവശ്യത്തെ പെസഹയിൽ വരെ ഈ പാനപാത്രം നിങ്ങൾ വാങ്ങുമ്പോൾ ഇത് ഏലിയാവിനെ കുറിക്കുന്നുവെന്ന് പറഞ്ഞാണ് പാനപാത്രം കൊടുത്തതെങ്കിൽ വരുവാനുള്ള ഏലിയാവ് വന്നു കഴിഞ്ഞു. തൻ്റെ സാക്ഷാത്തായവൻ പ്രത്യക്ഷനായി. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. പഴയ നിയമത്തിൽ ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ സംഹാരകൻ വിട്ടുമാറിയെങ്കിൽ ഇന്ന് പകൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ എത്രയോ അധികമായി വിധിക്കപ്പെട്ട കുറ്റവാളികളായി മരണത്തിനും രോഗത്തിനും വിധിക്കപ്പെട്ട പലരും ഇന്ന് പകൽക്കാലം ദൈവിക സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങുവാൻ ഈ രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ ഓർമ്മയാണ്. ഞാൻ അവിടെ കൊണ്ട് രക്തത്തെ നിർത്തിയേച്ച് പാപങ്ങളെ മോചിക്കുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, ദൈവിക വിടുതൽ തരുന്ന, പിശാചിന്റെ മേൽ ജയമെടുക്കുന്ന, സാത്താന്യ ഗോപുരങ്ങളെ ജയിക്കുന്ന യേശുവിൻ്റെ രക്തം പറഞ്ഞു നിർത്തിയേച്ച് ഞാൻ ആ മാംസത്തിലേക്ക് തിരിച്ചു വരട്ടെ. എൻ്റെ കർത്താവായ യേശുവിനെ കാൽവറിയിൽ ക്രൂശിക്കുന്ന രക്തം, ആ രംഗം നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമെന്ന് പറഞ്ഞ ആ ശരീരത്തിൻ്റെ നുറുക്കം. അനേക ചിത്രങ്ങൾ, വിശദീകരണങ്ങൾ ക്രൂശിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ചിലത് ഞാൻ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. യേശു ഗെത്സമനയിൽ വീണും എഴുന്നേറ്റും തൻ്റെ രക്തം വിയർപ്പുതുള്ളികൾ പോലെ നിലത്ത് വീഴുന്ന അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ടും മനോവ്യഥനപ്പെട്ടും ഇരിക്കവേ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് തന്നെ ബലപ്പെടുത്തി എന്നാണ് കാണുന്നത്. തൻ്റെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ താൻ അപേക്ഷിക്കേണ്ട ഒരു രംഗം ഗെത്സമനയിൽ ഉണ്ടായി. ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുവിൻ്റെ രക്തം വിയർപ്പുതുള്ളികൾ പോലെ നിലത്ത് വീഴുകയും താൻ അവിടെ മരിക്കേണ്ട രംഗം വരികയും ചെയ്തപ്പോൾ യേശു നിലവിളിച്ച്, പിതാവേ, ഇങ്ങനെയല്ല ഞാൻ മരിക്കേണ്ടത്. ഇനിയും ഞാൻ വേദനപ്പെടേണ്ടതുണ്ട്, ഇനിയും ഞാൻ വ്യസനപ്പെടേണ്ടതുണ്ട്, ഇനിയും എൻ്റെ മേൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വീഴേണ്ടതുണ്ട്. അത് വീണ് ഞാൻ കാൽവറിയിലാണ് മരിക്കേണ്ടത്. അതിനു മുന്നമേ, സമയത്തിന് മുന്നമേ മരിക്കരുതേ. എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ അപേക്ഷിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി തന്നെ ശക്തീകരിച്ചു. പുറത്തുനിന്ന് തട്ടിക്കാണും ദർശനങ്ങൾ, വെളിപ്പാടുകൾ കണ്ട് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് പോലെ ബലമറ്റ് തറയിൽ വീണ യോഹന്നാനെയും ഈ മറ്റ് കർത്തൃദാസന്മാരെയും പ്രവാചകന്മാരെയും മനുഷ്യപുത്ര ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് തട്ടി ഉയർത്തിയതായ ദൈവദൂതന്റെ കയ്യ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ തട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുക്കുമ്പോൾ ഇരിക്കുന്ന ചിലരെ കൂടെ തട്ടി എഴുന്നേൽപ്പിക്കട്ടെ.
ദൂതൻ വെളിപ്പെട്ട ചരിത്രം ആ ഒറ്റ പ്രാവശ്യമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ കുരിശെടുത്തുകൊണ്ട് വീണും എഴുന്നേറ്റും പോകുന്ന യേശുവിനെ സഹായിപ്പാൻ തൻ്റെ കുറേനക്കാരനായ ശിമോൻ എന്നൊരുവനെ പട്ടാളക്കാർ നിർബന്ധിക്കുകയും ശിമോൻ യേശുവിൻ്റെ ക്രൂശ് ചുമപ്പാൻ അടുത്തു വരികയും ചെയ്തു. വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ വിശ്വസിക്കുന്നു ശിമോനെ കൊണ്ട് ക്രൂശ് അധികം ചുമപ്പിക്കാതെ തനിക്ക് ലഭിക്കേണ്ട പങ്ക് തനിക്ക് കൊടുത്തേച്ച് അതിൻ്റെ പ്രധാന വെയിറ്റ് തൻ്റെ മേൽ തന്നെ എടുത്തുകൊണ്ട് യേശു ആ ക്രൂശുമായി നടന്നു. ഞാൻ എന്നോ കണ്ടിട്ടുള്ള ഒരു പഴയ ചിത്രത്തിൽ ഇങ്ങനെ ഒരു രംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എവിടെയോ കണ്ട ഒരു ചിത്രമാ, സത്യമല്ല, ബൈബിളിനകത്തതില്ല. ആ ആശയം മാത്രം പറയേണ്ടതിന് ശിമയോൻ ക്രൂശ് ചുമക്കുവാൻ വരുമ്പോൾ യേശു അദ്ദേഹത്തോട് പറയുന്ന ഒരു പദമാണ്, ഞാൻ എടുത്തോളാം. ശിമയോൻ പറഞ്ഞു, അല്ല, പട്ടാളക്കാർ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ വന്നില്ലേ, ഞാനിവിടെ ചുമക്കട്ടെ. എന്ന് പകൽക്കാലം എൻ്റെ കർത്താവിന് പറവാനുണ്ട്, ഭാരങ്ങൾ ഞാൻ വഹിച്ചോളാം. ചില വിശുദ്ധന്മാർ പറയുമോ, എനിക്കൂടെ ഒരു പങ്കുതാ. ശിമയോന്റെ മേൽ യേശുവിൻ്റെ രക്തം പുരണ്ടതുപോലെ എൻ്റെ മേലും അങ്ങയുടെ രക്തത്തിൻ്റെ തുള്ളികൾ കാണേണ്ടതിന്, എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രശസ്തിയിലേക്ക് മാറ്റേണ്ടതിന്, എൻ്റെ മക്കളുടെ ഭാവിയെ തിരിച്ചുവിടേണ്ടതിന്, അങ്ങയുടെ രക്തത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ മേലും കൂടെ വീഴേണ്ടതിന് ഈ ക്രൂശൊന്ന് ചുമക്കുവാൻ എനിക്കൊരനുവാദം വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ആത്മഗോളത്തിലായിട്ട് 10-70 വർഷങ്ങളായി. ഈ 10-70ഓളം വർഷങ്ങൾ കൊണ്ട് മൂവീസ് ആത്മലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ വന്നു തുടങ്ങിയത് മുതൽ ആരംഭത്തെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ഭാഗം കണ്ട ഏതോ ഒരു മൂവിക്കകത്ത് ഞാൻ കണ്ട ഒരു ഭാഗം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ശിമോനോട് പറയുന്ന ഒരു വാചകം, വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ശിമയോൻ പറഞ്ഞല്ല, പട്ടാളക്കാർ നോക്കി നിൽക്കുന്നു, എനിക്കും കൂടെ ഒരു അവസരം താ, ഞാൻ ഇവിടം വരെ വന്നതല്ലേ, ഇന്ന് പകൽ യേശുവേ അങ്ങയോട് ചേരുവാൻ എനിക്കും കൂടെ ഒരു അവസരം താ. അത് സ്നാനത്തിലാകാം, അത് കഷ്ടപ്പാടിലാകാം, അത് ദാനധർമ്മത്തിലാകാം, അത് സഭയെ സേവിക്കുന്നതിലാകാം, ക്രിസ്തുവിനെ സേവിക്കുന്നതിൽ എനിക്കും കൂടെ ഒരു പങ്കുതാ എന്ന് പറഞ്ഞ് വരുന്ന ദൈവവൈദ്യരെ നിങ്ങളെ കർത്താവ് നിഷേധിക്കത്തില്ല. നിങ്ങൾക്കൊരു പങ്ക് ലഭിച്ചെങ്കിൽ ഭാവി അത് തിരിച്ചറിയും, തലമുറകൾ തിരിച്ചറിയും, കുഞ്ഞുങ്ങൾ തിരിച്ചറിയും. ഇന്ന് പകൽ കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കാളികളാകുമ്പോൾ ഈ ഓർമ്മയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. ആ ശരീരം 3 ആണികളിന്മേൽ തൂങ്ങപ്പെട്ടു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എന്നാൽ ക്രൂശ് കുഴിച്ചിടേണ്ടതിന് ഒരു ഹോള് ഒരു കല്ലിനകത്തുണ്ടാക്കുകയും ആ ഹോളിലേക്ക് ശരീരം തറച്ചിരിക്കുന്ന ക്രൂശ് ആ വെയിറ്റോടെ എടുത്തിടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ബഥേലിൽ നമ്മളത് ചാർട്ട് വെച്ച് പടം കാണിച്ച് ആ സംഭവങ്ങൾ ചിത്രീകരിച്ച് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വെയിറ്റും കുരിശിൻ്റെ വെയിറ്റുമായി ആ കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരവും ക്രൂശും കൂടെ ഒരുമിച്ച് ഉയർത്തി ക്രൂശ് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി മണ്ണിൽ അല്ല കല്ലിനകത്ത് വെട്ടിയിട്ടുള്ള 4 ഇഞ്ചിന് 4 ഇഞ്ച് വലിപ്പമുള്ള ആ ഹോളിലേക്ക് ശക്തിയോടുകൂടെ ഇടുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടു, അവയൊക്കെയും എനിക്ക് എണ്ണാം. ബാശാൻ കൂറ്റന്മാർ എൻ്റെ ചുറ്റും കൂടി, ബാശാൻ കാളകൾ എന്നെ വളഞ്ഞു. ഞാൻ അവരുടെ കയ്യിൽ പട്ടുപോകുന്നവനെ പോലെ എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവ് തൂകിപ്പോകുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ സഫർ ചെയ്യുകയാണ്. അന്ന് എമ്മെ വർഗീസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും നോക്കി പറഞ്ഞേനെ, മോനെ നിനക്ക് വേണ്ടിയാ. നിങ്ങളാരെങ്കിലും അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു നിങ്ങളെ നോക്കി പറഞ്ഞേനെ, കുഞ്ഞെ നിനക്ക് വേണ്ടിയാ. ഞാനിത് സഹിക്കേണ്ടവനല്ല. സ്വർഗത്തിലെ ആരാധ്യ പുരുഷൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, ആകാശത്തിൽ എൻ്റെ പിതാവ് വൃത്തം വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശില്പിയായിരുന്ന ഞാൻ ഇതനുഭവിക്കേണ്ടതല്ല. കോടാനു കോടി ദൂതഗണങ്ങളാൽ സദാസമയം ആരാധ്യനായി സ്വർഗത്തിൻ്റെ സകല മഹത്വത്തിലും വസിച്ചിരുന്ന ഞാൻ ആദം ചെയ്ത പാപത്തിൻ്റെ പരിണിതമായി നിന്റെ മേൽ വരുന്ന ശിക്ഷ കണ്ട് നിന്നെ ഒഴിച്ചു വിടുവാൻ വേണ്ടി ഇറങ്ങി വന്നാണ് ഈ സഫറിങ്. ക്രൂശിലെ മരണം ശ്വാസം മുട്ടിയുള്ള മരണമാണ്. അതിൻ്റെ ഒരു തെളിവ് ഞാൻ ഇന്ന് പറയാം. യേശുക്രിസ്തുവിൻ്റെ ശരീരവും ഇതര 2 കള്ളന്മാരുടെ ശരീരങ്ങളും ക്രൂശിൻ്റെ മേൽ തൂക്കപ്പെട്ടു.
തൻ്റെ ശരീരത്തിൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടതിനാൽ, ഒടിയുകയല്ല, ബന്ധം വിട്ടതിനാൽ ആ ക്രൂശ് ആ ചുവട്ടിലേക്ക് ഇട്ടുറപ്പിക്കുമ്പോൾ കിട്ടിയ ഷോക്കിൽ തൻ്റെ ശരീരത്തിൻ്റെ അസ്ഥികൾ ബന്ധം വിട്ടതിനാൽ തനിക്ക് ശ്വാസമെടുക്കുവാൻ പ്രയാസം നേരിട്ടു. യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ വന്നപ്പോൾ മരിച്ചുപോയി എന്ന് പടയാളികൾ കണ്ടു. മരിക്കാതിരുന്ന 2 കള്ളന്മാരുടെ കാലിൻ്റെ മുട്ടുകൾ തകർത്തു. എന്താണ് ഇതിൻ്റെ രഹസ്യം? 2 ആണികളിന്മേൽ തൂങ്ങപ്പെട്ട്, ഇതിനകത്ത് നന്നായി വിശദീകരിച്ചിട്ടുള്ളതാ എന്ന് ചുരുക്കമായി, 2 ആണികളിന്മേൽ തൂക്കപ്പെട്ട് ആ ശരീരം താഴോട്ട് വലിയുമ്പോൾ ശ്വാസമൊന്ന് എടുക്കേണ്ടതിന് വേണ്ടി ശരീരം മുകളിലേക്ക് ഉയർത്തുവാൻ കാലിൻ്റെ മുട്ടുകളിൽ ബലം കൊടുക്കും. അല്പമൊന്ന് മുകളിലേക്ക് ഉയരുമ്പോൾ ശ്വാസകോശം ഒന്ന് റിലീസ് ചെയ്യും, അത്രയും ശ്വാസമെടുക്കും. പക്ഷേ കാലുകൾ തറച്ചിരിക്കുന്ന ആണിയുടെ മുകളിൽ നിന്ന് ലഭിക്കുന്ന ആ വല്ലാത്ത വേദന കൊണ്ട് റോൺ ചാൾസ് എന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആ ഭാഗം എടുക്കുമ്പോൾ വിശദീകരിച്ചത് ഓർമ്മയുണ്ട്. നമ്മുടെ കാലിൽ വല്ലപ്പോഴും ഒരിക്കലൊരു മുള്ളു കൊണ്ടാൽ, കാലിൻ്റെ വെള്ളയിൽ ഒരു മുള്ളു കൊള്ളുകയോ ഒന്ന് മുറിയുകയോ ചെയ്താൽ നമുക്ക് മരണകരമായി ഇതൊന്നും സംഭവിക്കുകയില്ല. കാരണം കാലിൻ്റെ നരമ്പുകളും മാംസപേശികളും അന്യോന്യം സഹായിക്കും, അന്യോന്യം ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് അത് മാരകമായി വരികയില്ല. അത് കാലിൻ്റെ വെള്ളയിൽ താഴെ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്നതായ ആണിയ. പക്ഷെ യേശുവിൻ്റെ കാലിൽ ആണി അടിച്ചത് മുകളിൽ നിന്നും താഴേക്കാ. മുകളിൽ നിന്നും താഴേക്ക് ആണി അടിച്ചാൽ വേദന സഹിക്കാനൊക്കത്തില്ല. വേദന വളരെ കൂടുതലായിരിക്കും. താഴെ നിന്ന് മേളിലോട്ട് അടിക്കുന്നത് പോലെ അല്ല, മുകളിൽ നിന്ന് താഴേക്ക്. ഒരു മസിലിന് അന്യോന്യം സഹായിക്കാനൊക്കത്തില്ല, ഒരു മാംസപേശിക്ക് അന്യോന്യം സഹായിക്കാനൊക്കത്തില്ല. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന എല്ലാ നരമ്പുകളും കാൽപാദത്തിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ സകല ഭാഗവും ഒരുപോലെ വേദനപ്പെട്ടാണ് ഓരോ പ്രാവശ്യവും മുകളിലേക്ക് ഉയർന്നത്. ഓരോ പ്രാവശ്യം മുകളിലേക്ക് ഉയരുമ്പോഴും നിങ്ങളുടെ കിഡ്നിയും നിങ്ങളുടെ ലിവറും നിങ്ങളുടെ ഹാർട്ടും നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ നരമ്പുകളും സൗഖ്യമാകേണ്ടതിന് വേണ്ടിയാ വേദന യേശുവിൻ്റെ ശരീരത്തിലേക്ക് റേഡിയേറ്റ് ചെയ്ത് കയറിയെങ്കിൽ ഇന്ന് പകൽ ഈ മേശയിൽ പങ്കെടുക്കുന്നതോടെ ചിലരുടെ അകത്തേക്ക് ദൈവിക രോഗശാന്തി വ്യാപരിക്കട്ടെ. തറയ്ക്കപ്പെട്ട ആണിയിൽ നിന്നുള്ള ശക്തിയേറിയ വേദന അതിഭയങ്കരമാകുമ്പോൾ വീണ്ടും കാൽമുട്ടുകൾ അല്പം മടങ്ങും, താഴോട്ട് താഴും. മാംസപേശികൾ വലിയുന്നതോടെ ലങ്സ് പ്രവർത്തിക്കാതെയാകും. ശ്വാസം കിട്ടാത്ത വിമ്മിഷ്ടത്തിൽ പിന്നെയും കാൽമുട്ടുകൾ നിവർത്ത് മുകളിലേക്ക് ഉയരും. ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ആടി ആടി ശ്വാസം മുട്ടി മറ്റ് ആളുകൾ കിടക്കുമ്പോൾ എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത തൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിട്ടതിനാൽ കാലിലെ ഉയർച്ചയ്ക്ക് കുറവുണ്ടായിരുന്നു. അവരൊക്കെ മരിക്കുന്നതിന് മുന്നമേ യേശു മരിച്ചു. മരിക്കാതെ കിടന്ന 2 കള്ളന്മാരുടെ കാൽമുട്ടുകൾ തകർത്ത് ഇനി അവർ മുകളിലേക്ക് ഉയരാതെ വണ്ണം ശ്വാസം കിട്ടാതെ അവരെ കൊല്ലുമ്പോൾ എൻ്റെ യേശു അറിഞ്ഞുകൊണ്ട് ജീവൻ പിതാവിങ്കൽ ഏൽപ്പിച്ചു. പിതാവേ, എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിൽ മറക്കരുത്. ആ പ്രാണൻ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് പോയെങ്കിൽ ഇന്നിതിനകത്തിരിക്കുന്ന എനിക്കും ഓൺലൈനിൽ എന്നെ കാണുന്ന സകലർക്കും ബാധകമാകുമാറ് നമ്മിലേക്ക് ജീവൻ പകരുവാൻ എൻ്റെ യേശുവിന് തിരിഹിതമായി. തൻ്റെ അപ്പം കയ്യിലെടുത്തേച്ച് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം. ഇന്ന് പകല ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. ആ ശരീരത്തിൻ്റെ ഓർമ്മയായി ഞാൻ ഇതിൽ നിന്ന് പങ്കെടുക്കുമെങ്കിൽ എൻ്റെ ശരീരത്തിൽ അതൊരു ഹീലിംഗായി വരേണം. ഇപ്പറയുന്ന ഞാനും അതിൻ്റെ ഭാഗങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് കർത്താവിനെ വാഴ്ത്തും. കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. പലർക്കും വരുന്ന പല രോഗങ്ങളും ആളും പരസ്യമായിട്ട് പറയാറില്ല. എനിക്ക് പരസ്യമായി പറയുന്നതിനകത്ത് ഒരു സങ്കടവും ഇല്ല. കാര്യം എൻ്റെ നടപ്പ് ദോഷം കൊണ്ട് വന്ന രോഗമൊന്നും എനിക്ക് വന്നിട്ടില്ല. ജീവിത പെശകുകൾ കൊണ്ട് വരാവുന്ന ഒരു രോഗവും എനിക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോക്ക് ഉണ്ടായി. ഒരുപാട് ചിന്താഭാരങ്ങളും ജീവിതങ്ങളും. ഞാൻ 2 ദിവസത്തേക്ക് മുമ്പാണെന്ന് തോന്നുന്നു എൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും സന്തോഷത്തോടെയാണ് ഇപ്പോഴും നടക്കുന്നതെങ്കിലും സത്യം തുറന്നു പറയാം, ജീവിതത്തിൽ ശരിക്കും സന്തോഷിക്കുന്ന അവസരങ്ങൾ തീരെ 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 കുറവാണ്.
പൗലോസ് പറയുന്നത് പോലെ വ്യത്യസ്ത സഭകളെക്കുറിച്ചുള്ള ഭാരം, വ്യത്യസ്ത വേലസ്ഥലങ്ങളെക്കുറിച്ചുള്ള ഭാരം, വ്യത്യസ്ത ഇടങ്ങളെക്കുറിച്ചുള്ള ഭാരം, വ്യത്യസ്ത കുടുംബങ്ങളെക്കുറിച്ചുള്ള ഭാരം, വ്യത്യസ്ത വ്യക്തികളെക്കുറിച്ചുള്ള ഭാരം, ഇതെല്ലാം സദാസമയം അലട്ടുന്നത് കൊണ്ട് അങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ഒരു സമയം തീരെ കുറവാണ്. കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ച വേലയുടെ ഭാരം എനിക്കുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് പോരാടുന്ന ഒരു ശക്തിയുണ്ട്. പാസ്റ്റർ സുരേഷ് മല്ലപ്പള്ളി കഴിഞ്ഞ ദിവസം എന്നോടെടുത്ത ദൂതിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു പദം പറഞ്ഞു: നിന്നോട് പോരാട്ടമില്ലെങ്കിൽ പിന്നെ ആരോടാ പോരാട്ടം? നിന്നോടൊരു പോരാട്ടമില്ലെങ്കിൽ പിന്നെ ആരോടാ പിശാചിന് പോരാട്ടം? പിശാചിൻ്റെ മുഴു പോരാട്ടവും സഹിക്കുവാൻ ഇന്ന് വരെ എന്നെ നിർത്തിയത് നുറുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു പറയുന്നതിനകത്ത് എനിക്കൊരു ഭാരവുമില്ല, സങ്കടവുമില്ല. നേരെ നടക്കാനുള്ള എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ സ്റ്റേജിൽ ഒരു അല്പനേരം നിന്ന് ചിറങ്ങുമ്പോൾ ആരെങ്കിലും എന്നെ പിടിച്ചിറക്കുന്നത് സ്ഥിരം പതിവാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിടിച്ചുകൊണ്ട് കയറി വരുന്നത് സ്ഥിരം പതിവാണ്. കാര്യം നേരെ നിൽക്കാനുള്ള ആരോഗ്യമില്ല. അതിൻ്റെ നടുക്കാണ് ഒരു വല്ലാത്ത മെഡിക്കൽ റിപ്പോർട്ടുമായി കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ അവിടോട്ട് വന്നിരിക്കുമ്പോൾ പാസ്റ്റർ ബിജി അഞ്ചൽ ഇവിടെ നിന്നൊരു വിളി വിളിച്ചു: ഞാൻ നരമ്പുകളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്, ഞാൻ നരമ്പുകളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ലിറ്ററലി ഒരു ഇടിമിന്നൽ വ്യാപരിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തോടൊരു ശക്തി വ്യാപരിച്ചത് എനിക്കറിയാം. അതുമുതൽ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രയാസം എനിക്കുണ്ടായില്ല. നടക്കാനൊരു പ്രയാസം എനിക്കുണ്ടായില്ല. ഇന്നലെ രാത്രിയിലും കഴിവുള്ള ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മെഡിക്കൽ റിപ്പോർട്ട് ഒന്നുകൂടെ വേണം, നമുക്ക് അടുത്തൊരു ആളിനെ കൂടെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദർ ഒന്ന് ക്ഷമിക്ക്, ഒരു 2 മാസം എനിക്ക് താ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. കാര്യം എന്നെ സൗഖ്യമാക്കുന്ന ഒരുവൻ. ഇന്ന് പകൽ ശരീര സൗഖ്യം ആവശ്യമുള്ളവർ, നമ്മൾ ധാരാളം പ്രാവശ്യം അനുഭവിച്ചതാ ഈ മുറുക്കപ്പെട്ട ശരീരം, അതിൻ്റെ ഓർമ്മ ഇന്ന് നമ്മളിൽ വരുന്നത് ഒരു രോഗസൗഖ്യത്തിനാണ്. ആ ഓർമ്മ ഇന്ന് നിങ്ങളിൽ വരുന്നത് ഒരു രോഗസൗഖ്യത്തിനാണ്. ആ രക്തത്തിൻ്റെ ഓർമ്മ ഇന്ന് നിങ്ങൾക്ക് വരുന്നത് കുടുംബത്തിലെ ചില മരണങ്ങളുടെ വിടുതലിനാണ്, ചില വിടുതലുകൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണെങ്കിലും ഇതിൻ്റെ മെയിൻ ഒരു എഫക്റ്റ് ഉണ്ട്: യേശുവിനോടുള്ള കൂട്ടായ്മ. നാം തമ്മിലുള്ള കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ അവിടെ കൊണ്ട് തീരത്തില്ല. യേശു ഒരു പദം കൂടെ പറഞ്ഞു: ദൈവരാജ്യത്തിൽ പുതുതായി പന്തിക്കിരിക്കും അന്ന് വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി പങ്കെടുക്കുന്നതല്ല. ക്രൂശിൽ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കുടിക്കാൻ തരും, അവിടെ വെച്ച് എനിക്ക് വിനിഗർ കൊണ്ടുതരും. അത് മുന്തിരിവള്ളിയുടെ അനുഭവമാണ്. കുടിക്കത്തില്ല. കണ്ടിവെണ്ണ കലക്കിയ ആ വീഞ്ഞു കുടിച്ചാൽ വേദന മുഴുവനും അറിയാതെ ശരീരം മരവിച്ചു മരിക്കും. എമ്മേ വർഗീസേ, എൻ്റെ ശരീരം മരവിച്ചു മരിച്ചാൽ നിന്റെ വേദന വഹിക്കാൻ എനിക്ക് കഴിയാതെ പോകും. നിന്റെ വേദന വഹിക്കേണ്ടതിന് ഞാൻ ഇന്നു മുതൽ, ഈ സമയം മുതൽ മുന്തിരിവള്ളിയുടെ അനുഭവം എടുക്കത്തില്ല. പക്ഷേ ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വരുമ്പോൾ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി വേറെ എവിടെയോ ദൈവമൊരുക്കുന്ന ഒരു സ്ഥലത്ത് ഈ ആകാശവും ഈ ഭൂമിയും മാറിപ്പോയാൽ അതിനപ്പുറത്തൊരു നിത്യതയിൽ എവിടെയോ 1000 കോടി വാനഗോളങ്ങളെ താണ്ടി എവിടെയോ ചെന്നെത്തുന്ന ഉലക സ്ഥാപനത്തിന് മുന്നമേ ദൈവം ഒരുക്കിയ ആ വന്യ സ്ഥലത്ത് ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ച് കൂടി ഒരു മഹാസമൂഹത്തിന് എൻ്റെ യേശുവിൻ്റെ കൈ കൊണ്ട് തിരുമേശ വിളമ്പുമ്പോൾ ഞാനവിടെ ഉണ്ടായിരിക്കും. എൻ്റെ ശാരീരിക ബലഹീനതകൾ കൊണ്ടും അതിൻ്റെ പ്രായം കൊണ്ടാ മറ്റും ഞാൻ തന്നെ നേരിട്ട് ഞാൻ ഈ കർത്തൃമേശ നടത്തിയിട്ട് പല ദിവസങ്ങളായി. അത് സഭ നടത്തുന്നു, ആരെങ്കിലും എന്നേക്കാൾ കഴിവുള്ള ഒരാൾ നടത്തുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു, ഇന്ന് ഞാൻ തന്നെ കർത്തൃമേശ നടത്തും. യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഞാനല്ല കർത്തൃമേശ നടത്തുന്നത്. എനിക്ക് വേണ്ടി വില മുടക്കിയ
എൻ്റെ യജമാനൻ. ഇന്ന് സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നേതൃവൃന്ദങ്ങൾ ജീവിത സാക്ഷ്യവും ദൈവിക നല്ല മനസാക്ഷിയുമുള്ള സഭ അംഗീകരിച്ച കർത്താവിൻ്റെ ഭൃത്യന്മാർ കർത്താവിൻ്റെ തിരുമേശയിൽ ഈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി സഭയിലേക്ക് എത്തിക്കുന്നത് പോലെ യേശു കർത്താവിൻ്റെ തിരുമേശ നടത്തുമ്പോൾ നല്ല സാക്ഷ്യമുള്ളവരായി എല്ലാവരാലും മാന്യതരായ ഒരു വിഭാഗം ശിഷ്യന്മാർ, ശിഷ്യഗണങ്ങൾ നമ്മുടെ ഇടയിൽ വേണം. തൃക്കരങ്ങളിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുവാൻ, ആദാം മുതൽ സകല തലമുറകൾക്കും പേര് വരുവാൻ കാരണഭൂതനായവൻ, എല്ലാ തലമുറകളെയും അകമ്പുറമറിയുന്നവൻ, സകല രഹസ്യങ്ങളെയും ആരാഞ്ഞറിയുന്നവൻ തൻ്റെ മുൻപിലേക്ക് നേതാക്കന്മാരെ വിളിച്ച് നമ്മുടെ ചർച്ചിൽ കർത്തൃമേശ കൊടുക്കുന്ന ചിലരെക്കുറിച്ച് അങ്ങും ഇഞ്ഞും ചില കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഇയാളിൻ്റെ ജീവിത സാക്ഷ്യം ഞങ്ങളുടെ അറിവോളം യുക്തമല്ല, കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറ്റി നിർത്തണം. അങ്ങനെയുള്ളവരോട് ഞങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, ബ്രദർ, ഇന്ന കാരണം നിൻ്റെ ജീവിതത്തിലുള്ളതിനാൽ, വ്യക്തമായൊരു സാക്ഷ്യം നിന്നെക്കുറിച്ച് ഇല്ലാത്തതിനാൽ ദയവായി ആ സാക്ഷ്യം ക്രമീകരിക്കപ്പെടുന്നത് വരെ തിരുമേശയുടെ എലിമെന്റ്സ് എടുത്തു കൊടുക്കാൻ വരരുത്. സകല രഹസ്യങ്ങളെയും അറിയാവുന്ന വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ അഗ്നിജ്വാലയ്ക്കൊത്തതും ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അറിയുന്ന ആ പദം മറക്കരുത്. അന്തരാത്മാവിനെ നല്ല, ഇന്ദ്രിയങ്ങളെയും അറിയുന്ന, ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും. എൻ്റെ കണ്ണെന്തൊക്കെ നോക്കി, എൻ്റെ ചെവി എന്തൊക്കെ കേൾക്കാൻ ശ്രമിച്ചു, എൻ്റെ കൈ എവിടൊക്കെ തൊട്ടുവെന്ന് എൻ്റെ ഇന്ദ്രിയങ്ങളെയും എൻ്റെ ഹൃദയത്തെയും ആരാഞ്ഞറിയുന്ന വലിയവനായ ദൈവം എൻ്റെ ചർച്ചിലുള്ള ഒരൊറ്റ ആളിനോട് നീ ഇതെടുത്തു കൊടുക്കണ്ട, മാറിയിരിക്കുന്ന പറയല്ലേ എന്ന് പകൽക്കാലം ഒരു നിർമ്മലീകരണം ദൈവസന്നിധാനത്തിൽ പ്രാപിക്കാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, കർത്താവിൻ്റെ തിരുമേശയുടെ എലിമെന്റ്സ് എടുത്തു കൊടുക്കുവാൻ നമ്മുടെ ഇടയിൽ നിന്ന് ബലഹീന മനുഷ്യരാകയാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബലഹീനത ഉണ്ടെന്ന് പൊതുവെ കണ്ടാൽ ആ ആളിനോട് ഞങ്ങൾ പറയാറുണ്ട്, ഒരാഴ്ചത്തേക്ക്, 2 ആഴ്ചത്തേക്ക്, 3 മാസത്തേക്ക് ഈ ക്രമീകരണം കാണുന്നത് വരെ ദയവായി ജനത്തിൻ്റെ മുമ്പിൽ ഇതും കൊണ്ട് വരല്ല്. കാര്യം തൻ്റെ സാക്ഷ്യം ശരിയല്ല. പക്ഷേ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നന്നായി ആരായുന്നവൻ്റെ മുമ്പിൽ ഈ തിരുമേശ തൃക്കരങ്ങളിൽ നിന്ന് വാങ്ങുവാൻ, ഭക്ഷിക്കുവാൻ, കൊടുക്കുവാൻ, എന്നെയും നിങ്ങളെയും ബലപ്പെടുത്തുവാൻ ഇന്ന് പകൽ ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും ദൈവസന്നിധിയിൽ ഒന്നുകൂടെ കഴുകാം. ഞാൻ കർത്താവിൻ്റെ തിരുമേശയിലേക്ക് തിരിയാൻ പോവുകയാണ്. വിശുദ്ധ പൗലോസിനെ 3-ാം സ്വർഗം വരെ എടുത്തേച്ച് പറഞ്ഞു, പൗലോസേ, വ്യക്തമായി ഇത് എഴുതി അറിയിക്കണം. എൻ്റെ അഭിപ്രായമെന്നും പറഞ്ഞ് എഴുതാനല്ല, എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് എഴുതാനല്ല, അതിനേക്കാളൊക്കെ ഉയരത്തിൽ നിന്നെ കാര്യങ്ങൾ കാണിക്കേണ്ടതിന് വാ, 3-ാം സ്വർഗം വരെ വാ. പൗലോസ് എഴുതി, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ദൈവസഭയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ താൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഇന്ന് പകൽ തൃക്കരം കൊണ്ട് ഒന്ന് തൊട്ട് സ്തോത്രം ചൊല്ലിയാൽ വിശ്വാസത്താൽ അത് എനിക്ക് പ്രയോജനപ്പെടുവാൻ, വിശ്വസിച്ച് വാങ്ങുന്നവർക്ക് പ്രയോജനപ്പെടുവാൻ, യേശുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഓർമ്മയുമായി മാറുവാൻ അത് നമ്മെ ദൈവം മുമ്പിൽ ശക്തരാക്കട്ടെ. ഔവണ്ണം അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഇതിൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ഇതിൽ കൂടുതലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പഴയ നിയമങ്ങൾ മാറി, പഴയത് മാറി. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ചിന്നമ്മ എഴുന്നേക്കം വയ്യാത്ത കണ്ടീഷനിൽ രോഗിയായി തിരുവല്ലയിൽ കിടക്കുക. ഇവിടെ വന്നു. ഞാൻ ചിന്നമ്മ വിളിച്ചു, നീ എവിടാ? ഞാൻ കിംസ് ഹോസ്പിറ്റലിൻ്റെ ICUല. നീ എവിടാ? അവൾ പറഞ്ഞു, ഞാനും വീട്ടിലെത്തിയിട്ടില്ല, സുനിൽ പാസ്റ്ററുടെ വീട്ടിലാ. സുനിലോട് പറഞ്ഞു, മോനെ, ഗോ ഹെഡ്, ധൈര്യമായി പോ, ദൈവം കൂടെ ഉണ്ട്. ഉപവാസം തുടങ്ങുന്ന ഞായറാഴ്ച ഇന്ന് ഭരണത്തിലേക്ക് കയറിയ പ്രതിനിധികൾ ഈ ചർച്ചിൽ വന്ന് ഞങ്ങളുടെ കയ്യിൽ ഒരു അവസരം തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് സാറേ. ഈ ചർച്ചിൽ വന്നത് പരസ്യമായി പറഞ്ഞ ശേഷം അതിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ
കിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടന്ന് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ ചർച്ചിൽ പോയിരുന്നു പാസ്റ്റർ. ഞാൻ പറഞ്ഞു, ഞാൻ ഓൺലൈനിൽ കണ്ടിരുന്നു സർ. പറഞ്ഞത് ചെയ്താലും സഭയായി ഞങ്ങൾ ഉത്തരവാദിത്വം എടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് വരെ അങ്ങനൊരു സംഭവം ഈ സഭയുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷൻ നടന്നിട്ടില്ല. ഇത് നടന്നെങ്കിൽ ഈ കർത്തൃമേശ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ദൈവ പൈതലേ, ഒരു തേജസ്സിൻ്റെ വ്യാപാരം നിങ്ങളോടുകൂടെ വ്യാപരിക്കട്ടെ. ഒരു തേജസ്സിൻ്റെ വ്യാപാരം നിങ്ങളോടുകൂടെ വ്യാപരിക്കട്ടെ. പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ ഫ്ലാഗും ചർച്ചിൻ്റെ ഫ്ലാഗും കൂടെ ഒരുമിച്ച് ചേർന്ന് രാഷ്ട്രം ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നും ദൈവം രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കണമെന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് ഏറെക്കുറെ അതിൻ്റെ സമാഹാര ദിവസങ്ങളുടെ ആരംഭമാണ്. അതിൻ്റെ സമാഹാര ദിവസങ്ങളുടെ ആരംഭത്തിലേക്ക് നാം കടന്നു. ഇവിടെ ഇറങ്ങിപ്പോകുന്നവർ കേവലം കർത്താവിൻ്റെ തിരുമേശ ഭക്ഷിച്ചു പോകുന്നവരല്ല, ശക്തന്മാരായി ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവരാണ്. നിങ്ങൾ പോകുന്ന ഇടത്തു നിന്ന് അന്ധകാര ശക്തികൾ മാറണം. കാൽവറിയിൽ ക്രൂശന്മേൽ സാത്താന്റെ മേൽ ജയമെടുത്തവനായ യേശു, അവനെ കൊണ്ട് ആയുധവർഗം വെപ്പിച്ചവനായ യേശു നിങ്ങളിൽ വസിക്കുന്നതിനാൽ, ഇന്ന് പകൽ നമ്മിൽ ഇരിക്കുന്നതിനാൽ, അതിൻ്റെ ഓർമ്മയും കൂട്ടായ്മയും ഒരു പ്രാവശ്യം കൂടെ പുതുക്കി തരുന്നതിനാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദുഷ്ടൻ കാൽക്കീഴെ അമരുന്നത് നിങ്ങൾ കാണും. അവനെ നമ്മുടെ കാൽക്കീഴെ കർത്താവ് ഞെരിച്ചു കളയും. എനിക്കറിയാം, ഇതൊരു പരസ്യ പ്രഖ്യാപനയാണ്. ഇതൊരു പരസ്യ പ്രഖ്യാപനയാണ്. ആത്മീയരായ ദൈവമക്കളെ, അതിന് കർത്താവ് നമ്മെ യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ തിരുമേശയിലേക്ക് കടക്കാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് ശുശ്രൂഷിക്കേണ്ട ഇതിനകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി എഴുന്നേറ്റ് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവെങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നാം കഴിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ഓർമ്മയാണ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ പുതിയ നിയമത്തിൻ്റെ ഓർമ്മയും പ്രമാണവുമാണ്. എല്ലാ ഹോളുകളിലും ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ തിരുമേശ എത്തിച്ചു തരുവാൻ കർത്താവിൻ്റെ ദാസന്മാർ നിശ്ചയമായും ബുദ്ധിമുട്ടും അവരത് ചെയ്തിരിക്കും. എന്നാൽ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ എല്ലായിടങ്ങളിൽ നിന്നും സഹകരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരൊക്കെയും കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുന്നതിനാൽ പലരും ബലഹീനരും രോഗികളുമാകും. ചിലർ നിദ്ര കൊള്ളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചില വാണിങ്ങുകൾ ലഭിച്ചിട്ടുണ്ട്. അയോഗ്യമായി മേശയിൽ നിന്ന് പങ്കെടുക്കരുത്. ഐ റിപ്പീറ്റ്, അയോഗ്യമായി മേശയിൽ നിന്ന് പങ്കെടുക്കരുത്. രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ദൈവത്തോടും മനുഷ്യരോടും ശുദ്ധമുള്ള മനസാക്ഷി സൂക്ഷിക്കുന്നവരായി ദൈവസഭയോട് ദൈവത്തോട് ബന്ധമുള്ളവർ മാത്രം ഇതിൽ നിന്ന് പങ്കെടുക്കണം എന്നും, അല്ലാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, കുറ്റമനസാക്ഷി ഇന്നുമുള്ളവർ ദയവായി ഇന്നിതിൽ നിന്ന് പങ്കെടുക്കരുത്. ഇന്ന് തന്നെ ക്രമീകരണം പ്രാപിച്ച് അടുത്ത പ്രാവശ്യം പങ്കെടുക്കണമെന്നും ഞാൻ കർത്താവിൽ അപേക്ഷിക്കട്ടെ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത്, അയോഗ്യമായി പങ്കെടുക്കുന്നവൻ യേശുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. നാം വാങ്ങി പങ്കിടുന്നത് അപ്പമാണ്, നാം നുറുക്കുന്നത് അപ്പമാ, നാം വാഴ്ത്തുന്നത് അപ്പമാ, നാം വാഴ്ത്തുന്നത് പാനപാത്രമാ, വീഞ്ഞ അല്ലെങ്കിൽ ഒട്ടും ആൽക്കഹോൾ ഇല്ലാത്ത മുന്തിരിച്ചാറ. പക്ഷേ കുറ്റക്കാരായാൽ യേശുവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ചാണ് കുറ്റക്കാരാകുന്നത്. ഭയത്തോടും വിറയിലോടും അതേസമയം സന്തോഷത്തോടും നമുക്ക് ദൈവത്തോട് അടുത്തു വരാൻ എല്ലാ കണ്ണുകളും അടയ്ക്കാമോ? കർത്താവും ദൈവവുമേ, അടിയങ്ങളെ ഒന്നുകൂടെ കഴുകണേ, ഞങ്ങളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണേ.
തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ താണു വരുന്നു. ഞങ്ങളെ ഒന്നുകൂടെ കഴുകി ശുദ്ധീകരിക്കണേ കർത്താവേ. ഞങ്ങളുടെ മേശയിൽ നിന്ന് ശുശ്രൂഷിക്കുവാൻ അടിയനെ കഴുകണമേ. അതിനാവശ്യമുള്ള ഡീപ്പർ ലെവലിൽ ഒരു കഴുകൽ അടിയൻ്റെ മേൽ തരണമേ. എലിമെൻസ് എടുത്തു കൊടുക്കുവാൻ അങ്ങയുടെ ഭക്തന്മാരെ അങ്ങ് ഒരുക്കിയല്ലോ, അവരെ ഒരളവൂടെ ശുദ്ധീകരിക്കണമേ. വാങ്ങി പങ്കിടുവാൻ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി. നമുക്ക് ഈ അപ്പത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ അപ്പത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അപ്പം വാഴ്ത്തിയ മുറിവേറ്റ അങ്ങയുടെ കരത്തിൽ, ആണിപ്പാടുള്ള അങ്ങയുടെ കരത്തിൽ ഈ അപ്പത്തെ ഞങ്ങൾ വിശ്വാസത്താൽ ഏൽപ്പിക്കുന്നു. വിശ്വാസത്താൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങിതിനെ വാഴ്ത്തണമേ. അങ്ങയുടെ കൈ വിശ്വാസത്താൽ തൊട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളിത് തൃക്കരങ്ങളിൽ നിന്ന് എന്നവണ്ണം ഏറ്റെടുക്കുന്നു. വാഴ്ത്തപ്പെട്ടവന്റെ കരം കൊണ്ട് വാഴ്ത്തിയ ഈ അപ്പത്തെ വാഴ്ത്തപ്പെട്ടവർക്ക് വേണ്ടി അങ്ങയുടെ നാമത്തിൽ വീണ്ടും ഞങ്ങൾ വാഴ്ത്തുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അവിടെ കർത്താവിൻ്റെ യേശുവിനെ കാണിച്ചു രൂപത്തിൽ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. നമുക്ക് ഈ പാനപാത്രത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഞങ്ങളുടെ രാജാവും ഞങ്ങളുടെ ദൈവവുമേ, ആയിരമായിരമായി ദൈവസന്നിധിയിൽ വന്നു ചേരുന്ന അങ്ങയുടെ ജനത്തിന് വേണ്ടി ഈ പാനപാത്രത്തെ വാഴ്ത്തുവാൻ ലക്ഷോപലക്ഷങ്ങൾക്കും കോടാനുകോടികൾക്കുമായി വില മുടക്കിയ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് തരും. ലോകസ്ഥാപനം മുതൽ ചൊരിയപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ പാനപാത്രത്തെ അങ്ങ് വാഴ്ത്തുവാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വ്യാകുലപ്പെട്ട, വ്യഥയനുഭവിച്ച, പക്ഷേ ഞങ്ങളെ സാലോലിക്കുന്ന, ആശ്ലേഷിക്കുന്ന അതേ കരം വെച്ച് ഈ പാനപാത്രത്തെ വാഴ്ത്തണമേ. തൃക്കരങ്ങളിൽ നിന്ന് വേണം വിശ്വാസത്താൽ അടിയൻ ഇതിനെ ഏറ്റെടുക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും എടുത്തു. നിങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നാം ഈ അപ്പം തിന്നുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പവും പാനപാത്രവും അവരവരുടെ കരങ്ങളിൽ എത്തുമ്പോൾ 100% ഭക്തിയോടെ ഈ കൊണ്ടുവരുന്ന പ്രതിനിധികളുടെ കയ്യിൽ നിന്നല്ല, യേശുവിൻ്റെ കൈകളിൽ നിന്ന ബോധത്തോടെ ദയവായി ഇത് ഏറ്റുവാങ്ങണം. ഇന്ന് പകൽ സാധാരണയ്ക്കപ്പുറമായ ഒരു ദൈവസാന്നിധ്യം ഇതോടുകൂടെ ഉണ്ട്. അയോഗ്യമായ കൈകൾ നീട്ടപ്പെടരുത്. യോഗ്യതയുള്ള ഒരു കൈയും മാറിയിരിക്കരുത്. ഇവിടെ സാധാരണ പറയാറുള്ള ഒരു പ്രസ്താവനയുണ്ട്, ഈ ഇരിക്കുന്ന ഹോള് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റേതാണ്. പക്ഷേ ഈ സെർവ് ചെയ്യുന്ന മേശ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റേതല്ല. ഇത് കർത്താവിൻ്റെ മേശയാണ്. ഇത് കർത്താവിൻ്റെ മേശയുടെ ഒരു ഭാഗമാണ് ശത്രു എഴുന്നേക്കുന്നത്. അന്ന് നിരൂപകന്മാരും ശത്രുക്കളും ധാരാളം എഴുന്നേറ്റു. എനിക്ക് അവരോട് ഒരു വിരോധവുമില്ല. എന്നോട് ആളുകൾ ചോദിച്ചൊരു ചോദ്യം, പുതിയ നിയമ ആരാധനയിൽ കാഹളം ഊതാൻ എഴുതിയിരിക്കുന്ന വാക്യം എവിടെയാണ്? ഞാൻ മറുപടി പറഞ്ഞു, ഊതരുത് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ മേളിലുണ്ട്. അതുകൊണ്ട് ഊതരുത് എന്ന വാക്യം ആദ്യം കൊണ്ടുപോവാ, അത് കഴിയുമ്പോൾ മറുപടി പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2-3 സംവാദങ്ങൾ ശ്രദ്ധിച്ചു. ദൈവിക തൃത്വത്തെ നിഷേധിക്കുന്നവരും യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരുമായ ആളുകളുമായി ക്രിസ്തീയ പ്രതിനിധികൾ നടത്തുന്ന സംവാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ദൈവമില്ല, ഇതെല്ലാം പ്രകൃതിയുടെ വകയാണ് എന്ന് പറയുന്നവരുമായുള്ള ക്രിസ്തീയ പ്രതിനിധികളുടെ സംവാദം ഞാൻ ശ്രദ്ധിച്ചു. എത്രയോ ആശയ സമ്പുഷ്ടമായ
എത്രയോ അറിവിൻ്റെ ആഴത്തിൽ നിന്നുള്ളതായ, ചെറുക്കുവാനും എതിർക്കുവാനും എതിർ പറയുവാനും കഴിവില്ലാത്തവണ്ണം വിടവടച്ച ന്യായവാദങ്ങൾ ആ പ്രിയപ്പെട്ടവർ ക്രൈസ്തവ മണ്ഡലത്തിൽ നിന്ന് മുഴക്കുമ്പോൾ അവനവൻ്റെ വിളി, തിരഞ്ഞെടുപ്പ് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം എന്ന് ഞാൻ പറഞ്ഞു. ആ പുള്ളി കാഹളം പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് ആരാധിക്കുന്ന ദൈവമക്കളും ആരാധ്യനായ ദൈവവും കൂടെ തീർക്കും. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു ഏരിയ അതിനേക്കാളൊക്കെ വലുതാണ്. ആ ഏരിയയിൽ പ്രയോജനപ്പെടുവാൻ നമ്മളെ ഓരോരുത്തരെ ദൈവം ഓരോ ഏരിയ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാത് ഏരിയകളിൽ പ്രയോജനപ്പെടുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടെ എടുത്തുകൊണ്ടിരുന്ന വിഷയം ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന ആശയമാണ്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇന്ന് പോകുവാൻ സമയപരിമിതി സൂക്ഷിച്ച് വേഗത്തിലിരിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. തീമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂവേ എന്ന പദവുമായി നമ്മൾ ആരംഭിച്ചു. ഒരു റിവിഷൻ എന്ന വണ്ണം മിനിറ്റുകൾ കൊണ്ട് 1 തീമോത്തിയോസ് 6:11 നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂവേ. നമ്മിൽ ചിലരെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനെന്ന, ചിലരെ നാശയോഗ്യൻ എന്ന് തിരുവചനം വിളിച്ചിട്ടുണ്ട്, ചിലരെ പ്രവാചകൻ എന്ന് തിരുവചനം വിളിച്ചിട്ടുണ്ട്. നിങ്ങളൊരു പ്രവാചകനെ കാണാനാണോ പോയത്? യോഹന്നാനെ കുറിച്ച് യേശു ചോദിക്കുന്നതാണ്. അതെ, പ്രവാചകനിലും ശ്രേഷ്ഠനെ ശ്രേഷ്ഠ പ്രവാചകന്മാർ എന്ന് വിളിക്കാറുണ്ട്. ചിലരെ പുരോഹിതന്മാരെന്നും മഹാപുരോഹിതനെന്നും സുവിശേഷകനെന്നും ഇടയനെന്നും അപ്പസ്തോലനെന്നും ഒക്കെ ദൈവത്തിൻ്റെ വചനം വിളിക്കാറുണ്ട്. എന്നാൽ പൊതുവെ നമ്മെ വിളിക്കേണ്ട ഒരു പേരാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. ഇതിനകത്തിരിക്കുന്ന ദൈവ മനുഷ്യരെ കുറിച്ച് ചിലത് ഓർമ്മിപ്പിക്കട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സേട്ടൻ കാര്യങ്ങൾ ചെയ്യരുത് എന്നും 1 തീമോത്തിയോസ് 6-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. നാം ചിന്തിച്ചിരുന്നു ചിലതെല്ലാം ചെയ്യരുത്, ചിലതെല്ലാം വിട്ടോടണം, വേറെ ചിലതെല്ലാം ചെയ്യണം എന്നിത്യാദി ഡൂസ് ആൻഡ് ഡു നോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം, നാളുകളായി ഞാൻ ചിന്തിക്കുന്ന പ്രധാന വിഷയമാണ്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ച ശേഷം അതിൻ്റെ അധികാരവും കർത്തൃത്വവും ആദം ഹവ്വമാർക്ക് വിട്ടുകൊടുത്തു. മണ്ണിൽ നിന്നുണ്ടാക്കിയ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച, ശരീരവും ആത്മാവും ഒരുമിച്ച് ചേർന്ന ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യരെ ദൈവം അധികാരങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം ലീഗൽ റൈറ്റ് അങ്ങനെയുള്ളവർക്ക് കൊടുത്തേച്ച് ദൈവമായി പുറകോട്ടു മാറി. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം തൊട്ടു. അവ്വ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മകൾ, ഒരു കുഞ്ഞുപോലും ഉണ്ടാകാത്ത ഒരു കൊച്ചു മോളാണ് അവൾ, മറക്കരുത്. ഇന്നത്തെ ഭാഷയിൽ ചിന്തിച്ചാൽ 15-14 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു മോളെപ്പോലിരിക്കും ഹവ്വ. ആ പെൺകൊച്ചു പഴം പറിച്ച് തിന്നുന്നത് ആ പിതാവായ ദൈവം കണ്ടപ്പോൾ ഒരു തട്ടിനവളെ മാറ്റാനുണ്ടായിരുന്നതേ ഉള്ളൂ. ഡി പെണ്ണെ അരുതെന്ന് പറഞ്ഞാൽ കേൾക്കാനുള്ളതേ ഉള്ളായിരുന്നു. എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല? ലീഗൽ റൈറ്റ് ദൈവം മനുഷ്യന് കൊടുത്തുപോയി, അതുകൊണ്ട് ദൈവം ഇടപെട്ടില്ല. ആദാം മക്കളില്ലാത്ത ഒരു കൊച്ചനാ. 10-18 വയസ്സ് പ്രായം വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരാളിനെ പോലെ ഉള്ളൂ. ദൈവത്തിന് അതുപോലും ഇല്ല. താൻ ഈ പഴം തിന്നുന്നത് ദൈവം കണ്ടു. മനുഷ്യവർഗം നശിക്കുവാൻ പോകുകയാണെന്നറിയാം. തൻ്റെ സ്വന്തം പുത്രനെ വില മുടക്കി കൊല്ലുവാൻ തയ്യാറായി. പക്ഷേ അവന് കൊടുത്ത അധികാരം തിരികെ എടുക്കാതെ ലീഗൽ റൈറ്റ് അവരെ ഏൽപ്പിച്ച് ദൈവം പുറകോട്ട് മാറി നിന്നു. ഒരല്പം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ദൈവിക ഗ്രഹവിചാരകത്വം നമ്മെ ഏൽപ്പിച്ചു. ഇതിനിടയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. ലീഗൽ റൈറ്റ് ഈ ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് സ്ത്രീയുടെ സന്തതിയായി യേശു അവതരിച്ച ചരിത്രത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറഞ്ഞു. യെശയ്യാവെന്ന പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വെളിപ്പെടേണ്ട 2 അളവുകൾ: 1 നമുക്കൊരു ശിശു, 2 നമുക്കൊരു മകൻ. ആ മകൻ എന്നത് ദൈവത്തിൻ്റെ സന്തതിയായി വചനം ജഡമായി ഉരുത്തിരിഞ്ഞവനാണ്. ശിശു എന്നത് മറിയമിൽ ജഡമെടുത്തവനാണ്. മറിയാമിൽ ജഡമെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ശിശു എന്നും തൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ സീഡ് അഥവാ സന്തതി എന്നും വിളിക്കുന്നു. സന്തതി മുഖേന, ആത്മാവ് മുഖേന ശരീരത്തിന് അധികാരം ലഭിച്ചു. യേശുവിൻ്റെ ശരീരത്തിന് ലീഗൽ റൈറ്റ്,
അധികാരം ഉണ്ടാക്കി കൊടുത്തത് തൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് അടിച്ചുയരുന്ന കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞ് ശരീരത്തിൽ നിർത്തി. പച്ചവെള്ളത്തിൻ്റെ മുകളിൽ ആ ശരീരം നടന്നു കാണിച്ചു. ഉയരുന്ന തിരമാലകളെ ശാസിച്ചമർത്തി, അലറി വരുന്ന ശത്രുനിരകളെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ ശാസിച്ചു പുറത്താക്കി. മനുഷ്യജീവിതത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധനും വിശുദ്ധമതിയുമായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് തൻ്റെ ആത്മാവിനെ സെഹിയോൻ മാളിക മുറി മുതൽ നമ്മുടെ മേൽ ഊതിത്തന്ന, നമ്മുടെ മേൽ പകർന്ന ആത്മാവിനാൽ നമ്മുടെ ശരീരങ്ങളെ ലീഗൽ റൈറ്റുള്ളതാക്കി നിത്യനായ ദൈവം മാറ്റി. ദൈവം അധികാരം നേരിട്ട് കൈകാര്യം ചെയ്യാതെ തൻ്റെ അധികാരങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതിന് മാറിയിരിക്കുന്നത് കാണാം. ഞാനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞു. ഇലക്ഷൻ്റെ ടൈമൊക്കെ ആയ സമയത്ത് പൈസ കൊണ്ടു നടക്കുന്ന കാറുകൾ ഒക്കെ ചെക്ക് ചെയ്യും. ചർച്ചിൻ്റെ കാറാണ് പ്രത്യേകം. എന്നെ 2 പ്രാവശ്യം ചെക്ക് ചെയ്തതാണ്. പൈസയൊന്നും കയ്യിലില്ലായിരുന്നു, പക്ഷെ എൻ്റെ കാറ് 2 പ്രാവശ്യം ചെക്ക് ചെയ്തു ഈ കഴിഞ്ഞ ഇലക്ഷനിൽ. ചർച്ചിൻ്റെ വണ്ടികൾ പ്രത്യേകിച്ചും ശോധനയ്ക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ സുനിൽ പാസ്റ്ററോട് പറഞ്ഞു, മോനെ ഒരു ലെറ്റർ സൈൻ ചെയ്ത് വെച്ചേക്കണം. ആരെങ്കിലും ക്യാഷ് കൊണ്ടുപോയാൽ ഇവിടുത്തെ ഓഫറിംഗ് കൊണ്ട്, ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുക, ഇവിടുത്തെ ഓഫറിംഗ് കൊണ്ടുപോകാൻ ഓതറൈസ്ഡ് ആണ് എന്നൊരു സ്ലിപ്പ് കൊടുക്കണം. പോകുന്നയാള് എൻ്റെ അടുക്കെ പറഞ്ഞു, പാസ്റ്റർ ലെറ്റർ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു, സുനിലിനെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്, സുനിൽ പാസ്റ്റർ തന്നിരിക്കും. തന്നില്ലെങ്കിൽ, നിന്റെ കൈ കിട്ടിയില്ലെങ്കിൽ എന്നോടൊന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഒരാൾ വിദേശത്ത് പോകാനായിട്ട് വിസ ആപ്ലിക്കേഷന് വേണ്ടി ഒരു ലെറ്റർ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ, കിട്ടിയില്ലേ എന്നോട് പറ, ഞാൻ തരാം. ഒന്ന് ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓതറൈസ് ചെയ്ത വ്യക്തി ഓതറൈസേഷൻ കിട്ടിയ ആളിനെ നോക്കുക. ഗ്രഹവിചാരകത്വത്തിൻ്റെ ഓതറൈസേഷൻ കൈ വാങ്ങിച്ച ആത്മീയരാണ് ഇന്ന് പകൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അബ്രഹാമിനെ ദൈവം ഒരിക്കൽ അധികാരമേൽപ്പിച്ചു. ഒരു ഉദാഹരണം ഞാൻ തുടർന്ന് സോദോം ഗോമോറയെ നശിപ്പിക്കുന്നതിന് മുന്നമേ ദൈവം അബ്രഹാമിൻ്റെ പെർമിഷൻ അന്വേഷിച്ചു. മോശയുടെ കയ്യിൽ ദൈവം ഒരിക്കൽ ഇസ്രായേൽ ജനതയെ ഏൽപ്പിച്ചു. ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് മുന്നമേ ദൈവം മോശയുടെ അനുമതി ആഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം ദൈവിക അധികാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, കാഹളത്തിൻ്റെ മുഴക്കത്തോടെ, ഇതൊക്കെ പറയുന്ന അക്ഷരീകമാണ് നമ്മുടെ സഭയിൽ, കാഹളത്തിൻ്റെ മുഴക്കത്തോടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ അതിഗൗരവമായി ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ അടിക്കുമ്പോൾ പറയണം, ഞാൻ ദൈവിക ഗ്രഹത്തിൻ്റെ അധികാരിയാണ്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, ദൈവത്തിന് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഓൺ ദിസ് പ്ലാനറ്റ് എർത്ത് ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ, എനി സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസ് ഓർ ഇന്റർവിയറൻസ് വിൽ ബി ത്രൂ എ ഫിസിക്കൽ ലീഗൽ ബോഡി. ദൈവത്തിന് ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിങ്ങളിലൂടെ നടക്കത്തുള്ളൂ, എന്നിലൂടെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുക, നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. ആ ഭാഗം ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. അത് വ്യക്തികളിൽ നിന്ന് മാത്രമല്ല, സഭയെ ദേശത്തുനിന്ന് പുറത്താക്കുവാൻ, ദൈവിക അധികാരം കൈകാര്യം ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ആക്കിയെങ്കിൽ ഒരാത്മമണ്ഡലം നമുക്ക് വട്ടത്തിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. ഒരാത്മമണ്ഡലം എനിക്കും നിങ്ങൾക്കും വട്ടത്തിലുണ്ട്. അതിനകത്ത് കയറുവാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. കത്തി നിൽക്കുന്ന ഒരു ബൾബിൻ്റെ അരികിൽ ഇരുട്ടിന് അടുക്കാൻ കഴിയാത്തതുപോലെ പ്രകാശിക്കുന്ന ഒരു ദൈവവേദനയുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരു ദേശശക്തിക്ക് റൈറ്റ് ഇല്ല എന്ന് യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി ഞാനിവിടെ ഡിക്ലെയർ ചെയ്യട്ടെ. അത് കാഹളത്തിൻ്റെ ശബ്ദത്തോടെ ഇന്ന് ചെവികളിൽ എത്തിയതിനായി സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങളിൽ മറിയയെ കുറിച്ച് പറഞ്ഞു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം. കന്യകയിൽ നിന്ന് ജനിക്കുന്ന ഒരുത്തൻ ഇതൊന്നും അറിയാതെ സുവിശേഷത്തിന് അന്യനായി, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യനായി ഭൂമിയിൽ പരദേശിയായി നടക്കുന്ന കാലത്ത് വരിക, നീ എന്നെ സേവിക്കുക എന്ന് പറയുന്ന ആ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ആത്മീയ അർത്ഥത്തിൽ കന്യകകളിൽ ഉരുവായ നസ്രയനാകുന്ന യേശു ഇന്ന് നിങ്ങളുടെ ഉള്ളിലുള്ളതിനാൽ നിങ്ങൾ ലീഗലാണ്. നിങ്ങൾക്ക് ചിലത് ചെയ്യുവാൻ കഴിയും. എന്നെയും നിങ്ങളെയും ഉപയോഗിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇമ്മാനുവേൽ അഥവാ ദൈവം മനുഷ്യനോടുകൂടെ എന്നർത്ഥമുള്ള യേശുവിൻ്റെ ജനനം നടന്നു. ഇമ്മാനുവേൽ ആത്മീകമായി ക്രിസ്തുവിൽ നിന്ന് ജനിച്ച എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അതൊരു വലിയ ഇമ്മാനുവേലാണെങ്കിൽ ആ ഇമ്മാനുവേലിൻ്റെ ചെറിയ രൂപങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. ഇന്ന് പകൽ പറയാമോ, പിശാചേ, ഞാനൊരു ഇമ്മാനുവേലാകയാൽ ജഡവും ശരീരവും ജഡശരീരവും ആത്മാവും ഒരുമിച്ച് ചേർന്ന ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേലിൻ്റെ പൈതലാണ് ഞാൻ. ആകയാൽ നിനക്ക് കീഴടങ്ങാം. ശത്രു 7 പ്രാവശ്യം ആലോചിച്ച് നിങ്ങളുടെ മുമ്പിൽ ഓടിപ്പോകുമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഉറപ്പ് തരട്ടെ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ഇവിടെയാണ്. ആകയാൽ നമ്മുടെ ശരീരങ്ങൾ നാം ദൈവത്തിൻ്റെ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ്. ദൈവത്തിന് ഉപയോഗിക്കാനുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധങ്ങൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളാ. ഒരു സാമ്രാജ്യം അവരുടെ ആയുധപ്പുര കണ്ട് പ്രശംസിക്കുന്നത് പോലെ ഭാരതം പല സമയത്തും നമുക്കുള്ള ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് പ്രശംസയോടെ പറയാറുണ്ട്. ചൈന അവർക്കുള്ള ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താറുണ്ട്. ഇസ്രയേലിൻ്റെ ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് ലോകം പ്രശംസിക്കാറുണ്ട്. അമേരിക്ക അവരുടെ ആയുധ സംവിധാനങ്ങളെ എടുത്തു പറയാറുണ്ട്. സ്വർഗം ഇന്ന് പകൽ പറയുകയാണ്, എൻ്റെ ആയുധ സംവിധാനങ്ങൾ. ഒരു ദിവസം ഭൂമിയിലൊക്കെ ഊടാടി നടന്ന പിശാച് ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, നീ എൻ്റെ മകനായ യോബിനെ കണ്ടോ? എൻ്റെ ആയുധത്തിൻ്റെ പുര അവൻ്റെ അകത്താണ്, നീ അവനെ കണ്ടോ? കുറ്റം വിട്ട് ദോഷം വിട്ട് അകലുന്നവൻ, എൻ്റെ സന്നിധിയിൽ നേരോടെ നടക്കുന്നവൻ, നീ യോബിനെ കണ്ടോ? കണ്ടേച്ച് പിശാച് പറയുകയാ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നീ അവന് ചുറ്റും വേലി കെട്ടിയത് കൊണ്ടാ. അന്ന് യോബിനെ വിട്ടുകൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തോടും പിശാചിനോടും മനുഷ്യനോടും കൂടെ ഒരുമിച്ച് പറയട്ടെ, നോ, ഇവരെ വിട്ടുതരാനുള്ളതല്ല. ഒരിക്കൽ യോബിനെ വിട്ടു തന്നു. നിന്നെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു. ഈ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാർ ദൈവത്തിൻ്റെ ദാനങ്ങളായി ദൈവസഭയുടെ ഭാഗമാകയാൽ ഹേ പിശാചേ, നിനക്കിവരെ കണ്ട് ഭയപ്പെട്ടു മാറാം. ഇവർ ദൈവത്തിൻ്റെ ആയുധപ്പുരകളാ. പഴയ നിയമത്തിൽ വൺസ് ഇൻ എ വൈൽ യഹോവയുടെ ആത്മാവ് ഓരോരുത്തരുടെ മേൽ വന്നുപോയി, വിത്ത് എക്സെപ്ഷൻസ്. അവിടെയും ഇവിടെയും എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് ഒരു 70 പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നൊരിക്കൽ ഒരു ഒത്നിയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗിദെയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇബ്താഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാം മേൽ യഹോവയുടെ ആത്മാവ് വന്നുപോയി. എന്നാൽ ചുരുക്കം ചിലരിൽ യഹോവയുടെ ആത്മാവ് അല്പസമയത്തേക്ക് ഇരുന്നു. ഇത് പഴയ നിയമത്തിൻ്റെ പഴഞ്ചൻ കഥയാണെങ്കിൽ പുതിയ നിയമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന്, എന്നേക്കും നമ്മിൽ വസിക്കേണ്ടതിന്, എന്ന് നമ്മയുടെ മേൽ പതിഞ്ഞിരിക്കേണ്ടതിന് ഒരാത്മാവിനെ നമുക്ക് തന്നു. ആകയാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിന് വേണ്ടി വല്ലതും ചെയ്യുവാൻ ഞാൻ നിങ്ങളും വിധിക്കപ്പെട്ടവരാ. ഇന്ന് പുതുതായി ആരംഭിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 50-ാമത്തെ അധ്യായത്തിൻ്റെ 51-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ, നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധവും ആകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ജാതികളെന്നും രാജ്യങ്ങളെന്നും പറയുന്ന പദം മനുഷ്യനെ കുറിക്കുന്നതല്ല. കാരണം നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. ജാതികളെ നയിക്കുന്ന, രാജ്യങ്ങളെ നയിക്കുന്ന, നക്ഷത്രമണ്ഡലങ്ങളിൽ വസിച്ച് വീണുപോയ, ദൈവകൽപ്പന പ്രമാണിക്കാതെ വേണം അനുസരണം കെട്ട് നടന്ന അധപ്പതിച്ച ദൂതന്മാർ, അവരെക്കുറിച്ച് പറയുന്ന പദമാണിത്. നിന്നെ എനിക്ക് ഉപയോഗമുണ്ട്. ഈ പുതിയ നിയമ ആശയത്തിൽ ഗൗരവമായി ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇവിടെ ഇരിക്കുന്ന ഒരു ജാതിയോടും മതത്തോടും നമുക്ക് വിരോധമില്ല. അവരെ എല്ലാം ഒരുപോലെ സ്നേഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. നമുക്കൊരു രാജ്യത്തോടും വിരോധമില്ല. നാനാ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ പാർക്കുന്ന 50ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ, അല്ലതിൽ കൂടുതൽ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. എല്ലാ രാജ്യത്തോടും എനിക്ക് സ്നേഹമാണ്, എല്ലാ ജാതികളോടും സ്നേഹമാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് നിന്ന് വീണുപോയ ദൂതന്മാരെ ഗ്രൂപ്പ് തിരിച്ചു പഠിപ്പിക്കാൻ ഓറുണ്ട് എന്ന് പറഞ്ഞ് ശാസ്ത്രമണ്ഡലം കൊണ്ടുവന്ന നോർഡിക് ശക്തികളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ, ആ മോൻ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇല്ലെങ്കിൽ കേട്ടോളും, ആരെങ്കിലും ലിങ്ക് അയച്ചു കൊടുക്കും. നോർഡിക് ശക്തികളെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഇവൻ എൻ്റെ ചെവി വന്ന് വെച്ച് പറഞ്ഞു, അങ്കിളെ, ഈ നിൽക്കുന്നത് നോർഡിക് സെൻറ്ററിലാ. എനിക്ക് അവിടുത്തെ ആളുകളോട് സ്നേഹമാ, പക്ഷെ ശക്തികളോട് പോരാടും. ലോകം മുഴുവനുമുള്ള രാജ്യങ്ങളോട്, ജാതികളോട്, വീണുപോയ ദൂതന്മാരോട് മല്ലിടുവാൻ ദൈവം തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ്,
എന്നെയാ. നീ എൻ്റെ വെൺമഴു. വെൺമഴു എന്നുള്ളതിൻ്റെ കറക്റ്റ് മലയാളം അല്ലത്. ബാറ്റിലാക്സ് എന്നാണ് ആ പദം ഇംഗ്ലീഷിൽ. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു മഴു. വാളുകൊണ്ട് വെട്ടിയാൽ മുറിയാൻ പ്രയാസമുള്ള മനുഷ്യന്റെ കഴുത്തും നട്ടെല്ലും വെട്ടിമുറിക്കുവാൻ മഴു ഉപയോഗിക്കുന്ന അക്കാലത്ത് പറയുകയാണ്, നീ എൻ്റെ ബാറ്റിലാക്സാ. എനിക്ക് യുദ്ധത്തിൽ സാധാരണക്കാരൻ വെട്ടിയാൽ മുറിയാത്ത ചില വംശഗതികളെ വെട്ടുവാനുണ്ട്. എന്നെ കേൾക്കുന്ന യെരമ്യാവേ, അങ്ങയെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ആശയങ്ങൾ ലഭിക്കുന്നവർക്കായി സ്തോത്രം. 21 ദിവസം ഉപവസിച്ച, ഇല്ലെങ്കിൽ ഉപവസിക്കാൻ പോകുന്ന, അടുത്ത ഉപവാസത്തിന് തയ്യാറാകുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ബഥേലിൻ്റെ ബൈബിൾ സ്റ്റഡി കേട്ട് ആഴമുള്ള ആശയങ്ങൾ കേട്ട്, അത് ബിജി അഞ്ചലാകാം, സുരേഷ് ബാബു ആകാം, സുരേഷ് മല്ലപ്പള്ളി ആകാം, ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ അസാമാന്യരാണ്. സാമാന്യത്തിലുപരിയായി ദൈവം ഉപയോഗിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ വായിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ദൈവിക ആലോചനകൾ കേട്ട് നിറഞ്ഞിരിക്കുന്ന എന്നെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സൂചിയല്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ഡ്രോയിങ് പിന്നല്ല, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യുദ്ധത്തിൻ്റെ മഴുവാണ്, ഞാൻ ദൈവത്തിൻ്റെ വെൺമഴുവാണ്. ഇന്ന് പകൽക്കാലം പല സൂചികളോട് പൊല്ലിട്ടവർ, ഇന്ന് പകൽ പല ഡ്രോയിങ് പിന്നുകളോട് മല്ലിട്ടവർ, ഇതെന്നെ കേൾക്കുന്നെങ്കിൽ ഹേപ്പി ഷാജെ, ചെവി തുറന്ന് കേട്ടോ. ഈ ഇരിക്കുന്ന ദൈവമക്കളെ കുറിച്ച് സ്വർഗം സർട്ടിഫൈ ചെയ്തത്, യു ആർ മൈ ബാറ്റിൽ ആക്സ്. ഇവർ യുദ്ധത്തിനുള്ള എൻ്റെ വെൺമഴുവാണ്, യുദ്ധത്തിനുള്ള എൻ്റെ ആയുധങ്ങളാ. മഴു തന്നെയല്ല, വെടിവെക്കേണ്ടടുത്ത് വെടിവെക്കുവാൻ, റോക്കറ്റ് അയക്കേണ്ടടുത്ത് റോക്കറ്റ് അയക്കുവാൻ, യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യുവാൻ ആയുധങ്ങളുള്ള ദൈവവേദനാണ് നിങ്ങൾ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ യുദ്ധരംഗത്തുണ്ടായിരിക്കുവാൻ ചില ദിവസങ്ങൾ എനിക്ക് കഴിഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ള ഒരു അനുഭവം, കണ്ടിട്ടുള്ള ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചിലരെങ്കിലും കേട്ട് കാണും. ഏർലി മോർണിംഗ്, അതിരാവിലെ 4 മണി 4:30 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ഏരിയയുടെ കമാൻഡർ ടാർമക്കിൽ വന്ന് ഒരു ഫോൾഡബിൾ ചെയറിലിരിക്കും. മടക്കാവുന്ന സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ വില കുറഞ്ഞ പക്ഷെ എടുത്തു നടക്കാൻ എളുപ്പമുള്ള ഒരു കസേരയിലിരിക്കും. പ്ലെയിനുകളുടെ പൈലറ്റുകൾ, ഫൈറ്റർ പൈലറ്റുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കും. അദ്ദേഹം സീനിയർ മോസ്റ്റ് ആണ് ആ ഏരിയയുടെ. ഒന്നാമൻ സല്യൂട്ട് ചെയ്തു. സർ പറഞ്ഞു, നിന്റെ ജോലി ഇന്നിടം ബോംബ് ചെയ്യുക. അവിടുന്ന് പാകിസ്ഥാൻ്റെ ഇത്ര ട്രക്കുകൾ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ആ ട്രക്കുകളിൽ ഇത്ര 1000 ടണ്ണ് കപ്പാസിറ്റിയുള്ള ബോംബുകളുണ്ട്. ആ ട്രക്കിനകത്ത് ഇത്ര പട്ടാളക്കാരുണ്ട്. അതിനകത്ത് ഇന്ന വസ്തുക്കളുണ്ട്. ഇതാണ് നമ്മുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. നിന്റെ ജോലി പോയി അത് തകർത്തേച്ചു വരികയാണ്. നിനക്കെടുക്കേണ്ടത് ഒരു പ്ലെയിനാ. അതിൽ ഇത്ര റോക്കറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര ബോംബുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. കോ. അദ്ദേഹം ഒന്ന് സല്യൂട്ട് ചെയ്തു, അദ്ദേഹം വിട്ടു. രണ്ടാമൻ രംഗപ്രവേശനം ചെയ്തു, സല്യൂട്ട് ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ജോലി ഇന്നതാ, പോയി അത് ചെയ്തേച്ചു. 40 മിനിറ്റൊക്കെ സാധാരണ അത്തരം പ്ലെയിനുകൾക്ക് ഫ്ലൈറ്റ് ടൈം ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവർ ലാൻഡ് ചെയ്തു, തിരിച്ചു വന്ന് ഡീബ്രീഫിങ്ങിന് വരും. സല്യൂട്ട് ചെയ്ത് വെച്ച് പറയും, സാറ് പറഞ്ഞ സാധനങ്ങൾ ഞാൻ കണ്ടു, എന്നിട്ട് ബോംബ് ചെയ്തു സർ, അത് തീർന്നു. ഫോട്ടോ കാണിരടാ. അദ്ദേഹം എടുത്ത പിക്ചർ കാണിച്ചു കൊടുത്തു. വെൽ ഡൺ, പോയി റെസ്റ്റ് എടുത്തു. റെസ്റ്റ് എടുക്കുന്ന 10 മിനിറ്റത്തേക്ക്, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വിളിക്കും. പോയി റെസ്റ്റ് എടുത്തു. ഇന്ന് പകൽക്കാലം നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ വേലക്കാരനെ എന്ന് വിളി കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വെൺമഴുക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യുദ്ധായുധങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെക്കൊണ്ട് ഞാൻ ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ജാതികൾക്കും രാജ്യങ്ങൾക്കും എതിരെ സ്വർഗം ട്രെയിൻ ചെയ്ത് വിട്ട ദൈവത്തിൻ്റെ മാന്യർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. നിന്നെക്കൊണ്ട് ഞാൻ കുതിരയെയും അതിൻ്റെ പുറത്ത് കയറിയവനെയും തകർക്കും. ദൈവത്തിന് ചില കുതിരകളെയും കയറിയവനെയും തകർക്കേണ്ടതിന് നിങ്ങളെ തന്നെ വേണം. നിന്നെക്കൊണ്ട് ഞാൻ രഥത്തെയും അതിൽ ഇരിക്കുന്നവനെയും തകർക്കും. വല്ലപ്പോഴും ഒക്കെ ഞാനിത് ഉപവാസ പ്രാർത്ഥനകളിൽ എടുക്കാറുള്ള ഭാഗമാണ്. ഇന്നൊരു സഭായോഗത്തിന് ഇങ്ങനെ എടുക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് വെളുപ്പിനെ 5 മണിയോടുകൂടെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ഇന്നലെ വൈകിട്ട് ഞാനിതിൻ്റെ സാധാരണഗതിയിൽ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുള്ളത് കൊണ്ട് മുക്കി വായിച്ച്
നിങ്ങളുടെ സമയം കളയാതിരിക്കാൻ ഞാൻ വലിപ്പമുള്ള അക്ഷരത്തിൽ പ്രിന്റ് ചെയ്ത് കൊണ്ടുവരും. ഇന്നലെ വൈകിട്ട് ഈ മെസ്സേജ് എനിക്ക് കിട്ടി. ഇന്നലെ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, രാത്രിയിൽ മെസ്സേജ് എങ്ങാനും ചേഞ്ച് ചെയ്താൽ പ്രിൻ്റ് ഔട്ട് എടുത്താൽ ശരിയാകില്ല, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എടുത്തേക്കാം. വെളുപ്പിനെ 5 മണിയായപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എഴുതി ചേർക്ക്, എ വാച്ച്മാൻ whom I set as the watchman over Israel. ഇസ്രയേലിന് വേണ്ടി ഞാൻ നിയമിച്ച ഒരു കാവൽക്കാരനായി നിന്നെ നിയമിച്ചു എന്ന് പറ. നീ എൻ്റെ യുദ്ധായുധമാണ്. അതൊത്തിരി പേരോടുള്ള ദൈവിക വിധിയ. എന്ന വേറൊരു കൂട്ടം ആളുകളോട്, യു ആർ എ സെറ്റ് വാച്ച്മാൻ ഓവർ ഇസ്രയേൽ. ദൈവജനത്തിന് വേണ്ടി, ബേഥേലിന് വേണ്ടി, ഭാരതീയ ദൈവസഭയ്ക്ക് വേണ്ടി, ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കാവൽക്കാരായി ഒരു വിഭാഗത്തെ സ്വർഗം ഇന്ന് കണ്ടിട്ടുണ്ട്. ഈ കമ്മീഷനിങ് നിങ്ങൾക്ക് കൈമാറുവാൻ, ഈ അതോറിറ്റി നിങ്ങൾക്ക് കൈമാറുവാൻ കാഹളത്തിന്റെ ശബ്ദത്തോടെയും പാട്ടിന്റെ തിമിർപ്പോടെയും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് തിരിഹിതമായെങ്കിൽ കർത്താവിന്റെ ദാസനായ ഞാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ശബ്ദത്തിൽ ഇന്നത് വിളിച്ചു പറയട്ടെ. ഇന്റർനെറ്റിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ യേശുവിനെ സേവിക്കുന്ന ദൈവ വൈതലേ, ഞാൻ നിന്നെ ഒരു കാവൽക്കാരനായി സെറ്റ് ചെയ്തിരിക്കുക. ദേശത്തിന് നേരെ വാൾ വരുന്നത് കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നു, ഒരു ദൈവദാസൻ തന്നെ ഇവിടെ നിന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിച്ചാൽ, ആകാശമണ്ഡലങ്ങളിൽ ഉയർന്നു നിന്ന അന്ധകാരത്തിന്റെ ശക്തി എവിടം വരെ ഡൈല്യൂട്ടായി എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ഉയർന്നു നിന്ന ആ പൈശാചിക വ്യാപാരം എത്ര കണ്ട് മാറിയെന്നാണ് ചോദ്യം. എന്താ മറുപടി? I set you as a watchman. ഞാൻ നിന്നെ ഒരു വാച്ച്മാനായി നിയമിച്ചിരിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 41:14 മുതൽ 16 വരെ, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. വെറും പരീക്ഷയായ പുഴുവായ യാക്കോബേ, പുഴുവായ യാക്കോബേ, എൻ്റെ കയ്യിൽ ഒരു പുഴുവിനെ കിട്ടിയാൽ ഞാൻ അതിനെ അടിച്ചുപണി ചെയ്ത് ഞാൻ അവനെ ഒരു തകർക്കുന്ന ഒരു മെതിവണ്ടിയാക്കി മാറ്റും. ദൈവത്തിന് മെതിവണ്ടി ഉണ്ടാക്കാൻ കോപ്പർ വേണ്ട. ദൈവത്തിന് മെതിവണ്ടി ഉണ്ടാക്കുവാൻ ഇരുമ്പ് വേണ്ട. ദൈവത്തിന് മെതിവണ്ടി ഉണ്ടാക്കുവാൻ ഒരു പുഴുവിനെ കൈ കിട്ടിയാൽ മതി. ഇന്ന് പകൽ പുഴുവായ യാക്കോബേ, ഇസ്രായേലിന്റെ പരീക്ഷയെ ഞാനാണ് നിന്നെ അടിച്ചു മാറ്റുന്നത്. ഇന്ന് പകൽ എന്നെ അടിച്ചു പണിയുവാൻ കഴിയുന്നവന്റെ കയ്യിലേക്ക് എന്നെ ഒന്നുകൂടെ ഏൽപ്പിക്കുക. മാനുഷികമായി ഇവിടെ നിൽക്കുവാനുള്ള ശക്തി എനിക്കില്ല. ഇന്നും പരസഹായത്തോടെ എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്നതുകൊണ്ട്, ചായ തന്നിരുത്തുന്നതുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു റോയൽ ഞാൻ കയറുന്നത്. ഐ നോ ഐ ആം ലൈക്ക് ആൻ ആർമി ചീഫ്. ഇതിനകത്തോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടൊരു ദൈവദാസന്റെ നേരെ മുൻപിൽ ഇരുന്ന ഒരാൾ വെടിവെച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞത്, ഞാൻ പേരിപ്പോഴും ഓർക്കുന്നു, ജോൺ ഹേഗി. ജോൺ ഹേഗി ഫ്രണ്ട് റോയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തെ അവന്റെ നേരെ കൊണ്ടി ജോൺ ഹേഗി പറഞ്ഞു, ഇരിയടാ അവിടെ, എന്നെ പോലുള്ളവന് വെടിവെച്ച് കളിക്കാനാണ് സ്വർഗത്തിലെ ദൈവം ഒരു മെസ്സേജ് ഇന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടാൽ. ഞാൻ പറഞ്ഞു, നേരെ നിൽക്കാൻ എനിക്ക് പോരാ എന്നെനിക്ക് നന്നായി അറിയാം. പലരുടെ സഹായത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സഹായിക്കുന്നവർക്ക് കർത്താവിനെ വാഴ്ത്തുകയാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന അന്ധകാര പിശാചുക്കളുടെ നടുവിൽ നിന്ന് എന്നെ പോലെയുള്ള ചിലതിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വിളിച്ചു പറയാം. പുഴുവായ യാക്കോബേ, ഈ പരീക്ഷയെ ഞാൻ കണ്ടപ്പോഴ് സാധാരണഗതിയിൽ പുഴു മാറിയാൽ അങ്ങേയറ്റം ഒരു ചിത്രശലഭമായി മാറും. ഞാൻ നിന്നെ കാണുന്നത് ഒരു ചിത്രശലഭമായല്ല, ഞാൻ നിന്നെ കാണുന്നത് ഒരു മെതിവണ്ടിയായിട്ടാ. കോപ്പർ കൊണ്ട് പണിത, ഇരുമ്പ് കൊണ്ട് പണിത, ബ്രാസ് കൊണ്ട് പണിത മെതിവണ്ടികൾ കോതമ്പ് മെതിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി മെതിക്കുമ്പോൾ, നെല്ല് മെതിക്കുമ്പോൾ മുമ്പിൽ വരുന്നതായ ധാന്യമല്ല നിന്റെ മുമ്പിൽ വരുന്നത്. നിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കയറും. ഇന്ന് പകൽ ഞാൻ നെല്ല് മെതിക്കുന്ന മെതിവണ്ടി അല്ല, അതായിരുന്നു എന്തെങ്കിലുമൊക്കെ താണായിരുന്നു. ദൈവത്തിന് വേണ്ടത് പർവ്വതങ്ങളെ മെതിക്കും. പ്രശ്നമുള്ളവരെ, പർവ്വത സമാനമായ പ്രശ്നമുള്ളവരെ, യേശുവിന്റെ ബേഥേലിന്റെ പേരുള്ള വിളിക്കണം. ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി മാറ്റുകയാ. പർവ്വതങ്ങളെ തകർക്കും.
വരുന്ന പർവ്വതങ്ങളെ ഞാൻ ൂളിയാക്കും, നീ അതിനെ പൊടിച്ചു കളയും, കാറ്റ് അതിനെ പറപ്പിക്കും, കിഴക്കൻ കാറ്റ് അതിനെ പറപ്പിച്ചു കൊണ്ടുപോകും. ആകയാൽ ഇരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, യോട് പറ്റി നിൽക്കുന്ന കുടുംബങ്ങളുടെ മുൻപിൽ, ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഉയർന്ന പർവ്വതങ്ങൾ പോലെയുള്ള ങ്ങളെ നിങ്ങൾ നേരിടുന്ന ഒരു കൂട്ടം മെതിവണ്ടികളെയാണ്. യേശുവിന്റെ നാമത്തിൽ പൊടിഞ്ഞ കാറ്റ് നിങ്ങളെ പറപ്പിക്കട്ടെ. വേദപുസ്തകത്തിന്റെ ഗൗരവമായ ഭാഷയിൽ വിശദീകരിക്കുന്നത് കാറ്റെ പറപ്പിച്ചുകൊണ്ടോ അതിന്റെ സ്ഥലം പിന്നെ അതിന് അറിയത്തുപോലുമില്ല. നീ എവിടെ ആയിരുന്നുവെന്നൊരു ചിഹ്നമില്ല. ചിലതിനെ പറപ്പിച്ചു കളയുവാൻ, ചില കസകൾ ചില അധികാര സ്ഥാനങ്ങൾ മറിച്ചിടുവാൻ, ചിലതിനെ പരത്തി എറിയുവാൻ, ചിലതിനെ പറപ്പിച്ചകറ്റുവാൻ. കാക്കക്കൂട്ടരെ കല്ലെറിയുമ്പോൾ കാക്കകൾ പറന്നു പോകുന്നത് പോലെ ചിലതിനെ ആട്ടിക്കളയുവാൻ തിരഞ്ഞെടുക്ക ദൈവത്തിന്റെ പൈതലേ, ദൈവിക യുദ്ധായുധമേ. യെശയ്യാവിന്റെ പുസ്തകം 44:26 ഞാൻ എളുപ്പം ക്ലോസ് ചെയ്യുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ ഞാൻ വിടുക. യെശയ്യാവിന്റെ പുസ്തകം 44:26 ഞാൻ എൻ്റെ ദാസന്റെ ആലോചന നിവർത്തിക്കും. ഈ എൻ്റെ ദാസന്റെ ആലോചന നിവർത്തിക്കുമെന്ന് പറയുമ്പോൾ യെരമ്യാവിനോട് ദൈവം പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ വാക്ക് ഞാൻ നിന്റെ വായിൽ വന്നു, എൻ്റെ വചനങ്ങളെ ഞാൻ നിന്റെ നാവിന്മേലാക്കി. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ദൈവത്തിൻ്റെ വചനങ്ങളുണ്ട്, ദൈവത്തിൻ്റെ വാക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം വിജയഞ്ചൽ പാസ്റ്റർ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ മറന്നുപോയ ഒരു കാര്യമാണ്, മറന്നുപോയ ഒരുപാട് കാര്യങ്ങൾ വിജയഞ്ചൽ പ്രാവശ്യം ഒരു കാര്യം ഓർപ്പിച്ചു. ജോഷി പാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, സാമച്ചൻ പാസ്റ്റർ ശക്തിയോട് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആത്മവിശ്വതയിൽ തറയിൽ വീണു സംസാരിക്കാൻ തുടങ്ങി ഉടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മൈക്കെടുത്ത് ചുണ്ടോട് ചേർത്ത് പിടിച്ചു. മാസ്റ്റർ വിജയഞ്ചലും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വേറൊരാളും ആ സാഹചര്യത്തിന് വന്നത്. അവരെ മൈക്ക് പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, മൈക്ക് പിടിച്ചോ, ഇതിനകത്തുനിന്ന് ഒരു ശബ്ദം നഷ്ടമാകരുത്. കാര്യം പരിശുദ്ധാത്മാവിൽ ആത്മവിവശതയിൽ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കുന്ന ദിവ്യമായ ചില ആലോചനകൾ ബേഥേൽ കേൾക്കേണ്ടത്, ഞാൻ കേൾക്കേണ്ടതാണ്. ദൈവം തന്റെ ഉപകരണത്തെ ഉപയോഗിച്ച് ഈ സമയം അയക്കുന്നത്. ആലോചന മിസ്സാകരുത്, അത് പിടിച്ചോണം. ഞാനിത് പറയുമ്പോൾ ആംസ്റ്റർഡാം 1986 ആംസ്റ്റർഡാമിൽ വെച്ച് ബില്ലി ഗ്രഹാം നടത്തിയ കൺവെൻഷനിൽ വെച്ച് ബില്ലി കിം എന്ന ദൈവ മനുഷ്യൻ പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഓർമ്മയുണ്ട്. ചിലതൊക്കെ മനസ്സിൽ കൊണ്ടാൽ മറക്കത്തില്ല. ബില്ലി കിം പറഞ്ഞ പദം, ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നടന്നു. രണ്ടാം ലോകമഹായുദ്ധം തീരാൻ പോകുകയാണ്. ആ സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഇംഗ്ലണ്ടിൽ നിന്ന് യുദ്ധത്തിന്റെ സീസ് ഫയറിനെ കുറിക്കുന്ന പ്രധാനമായ ഒരു പ്രസ്താവന നടത്താൻ തീരുമാനിച്ചു. ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇത്ര സെക്കൻഡിൽ ആ പ്രസ്താവന ഉണ്ട് എന്ന് ലോകത്തെ അറിയിച്ചതിനാൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ വിൻസ്റ്റൺ സംഘം ഒന്ന് റിലേ ചെയ്ത് അവരവരുടെ രാജ്യത്ത് കൊടുക്കുവാനായി വന്നു. അമേരിക്കയിൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ട്, അമേരിക്കൻ റേഡിയോയിൽ ഇത് കൊടുക്കണം, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രസംഗം കേൾക്കണം, ലോകം മുഴുവൻ കേൾക്കണം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സീസ് ഫയറാ. പക്ഷേ അമേരിക്കൻ പാളയത്തിൽ നിന്ന് ശ്രദ്ധയില്ലാതെ നടന്ന ഒരു റേഡിയോ ടെക്നീഷ്യന്റെ കാല് തട്ടി ഇലക്ട്രിക്കൽ കണക്ഷൻ. ഒരു റേഡിയോ ടെക്നീഷ്യൻ നടന്നു വരുമ്പോൾ ആ വയറിൽ തട്ടി കണക്ഷൻ മുറിഞ്ഞുപോയി. അമേരിക്കൻ സിസ്റ്റത്തിനൊരു ഗുണമുണ്ട്, 110 വോൾട്ടേജേ ഉള്ളൂ, ചാകത്തില്ലാരും. റേഡിയോ എഞ്ചിനീയർ ആ മുറിഞ്ഞുപോയ 2 കഷ്ണങ്ങൾ ഒരുമിച്ച് തൻ്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. അവനെ വിറയ്ക്കുന്നുണ്ട്, കാര്യം 110 വോൾട്ടേജ് അവൻ്റെ ശരീരത്തൂടെ പാസ് ചെയ്യുക. വിറച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു. അണ്ടിൽഡ് കണക്ഷൻ വാസ് റിസ്റ്റോർഡ്. പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ചത്തു വീണാൽ ചത്തു വീണു, പക്ഷേ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഈ സീസ് ഫയർ പ്രസംഗം എൻ്റെ രാജ്യം മിസ് ചെയ്യാൻ പാടില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവിക സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുവാൻ, ശരീരം വിറയിലോടെയെങ്കിലും ദൈവത്തിൽ നിൽക്കുവാൻ ചില ദൈവമക്കളെ കർത്താവ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നീ ഏറിയവനും മാന്യനുമായി ഇതിനെ സ്നേഹിച്ചു. എൻ്റെ വചനം നിന്റെ വായിൽ തന്നിരിക്കുകയാണ്. ഭയപ്പെടരുത്. ചെറിയവരുടെയും വലിയവരുടെയും മുമ്പിൽ ഞാൻ എങ്ങനെയായി പോയി പറ, എന്റെ വാക്കിനെ ഞാൻ നിന്റെ നാവിന്മേൽ തന്നിരിക്കുകയാണ്. നിന്റെ അധരങ്ങളെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആകയാൽ ഞാൻ എൻ്റെ ദാസന്റെ വചനം അനുഷ്ഠിക്കും.
യെശയ്യാ 58:8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് 10-11 വാക്യങ്ങളിൽ, മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്ത് തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലത്താകുന്നത് പോലെ. കഴിഞ്ഞ ദിവസം ഇവിടെ ഏതോ ഒരു മീറ്റിങ്ങിന് ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഇടയ്ക്ക് ഞാൻ എടുത്തു, ഞായറാഴ്ച. ആകാശത്തു നിന്ന് മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അടുത്ത പദം, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം ചെയ്യും. വേല തിരികെ പോകാത്ത യേശുവിൻ്റെ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാ. വേല തികയ്ക്കാതെ ഇവിടെ നിന്നതിൻ്റെ വേല ചെയ്യുവാൻ, നനയ്ക്കേണ്ടതിനെ നനച്ച്, കുതുക്കേണ്ടതിനെ കുതുത്ത്, വളർത്തേണ്ടതിനെ വളർത്തി, നന്മ പകരേണ്ടിടത്ത് നന്മ പകർന്ന്, ആഹാരം വിളയിക്കേണ്ടിടത്ത് വിളയിച്ച്, ചെയ്യേണ്ടത് ചെയ്ത ശേഷം, കുടിവെള്ളം വേണ്ടവൻ അത് കൊടുത്ത ശേഷം മാത്രം മടങ്ങുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന എൻ്റെ വചനങ്ങളായിരിക്കുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ദൈവമേൽപ്പിച്ചു വന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകരം വചനത്തിൻ്റെ ആധികാര്യം, അനുഗ്രഹം ഞാൻ ദൈവസഭയുടെ മേൽ വിളിച്ചു പറയട്ടെ. ആ വചനം ഇവിടെ നിന്നിരിക്കും. മത്തായിയുടെ സുവിശേഷം 24:35 യേശു പറഞ്ഞു, ആകാശം ഒഴിഞ്ഞു പോകാം, ഭൂമി ഒഴിഞ്ഞു പോകാം, എൻ്റെ വായിൽ നിന്നും വചനം പോകത്തില്ല. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിങ്ങളുടെ അധരങ്ങളിൽ മേൽ തന്നെങ്കിൽ ആ പദം പോകത്തില്ല. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഏതാണ്ട് 30 വർഷത്തിന് പുറകിൽ ഈ സഭയിൽ കുറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ, ഏറെക്കുറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പ്രവാചകൻ സ്ഥലത്തൊരു പ്രവചനം, ഇന്നുച്ചയ്ക്ക് 3 ഇന്ന കാര്യം. ഇത് കേട്ട പറഞ്ഞാൽ എനിക്കങ്ങ് തോന്നി, പക്ഷെ ദൈവത്തിന്റെ പേര് അവൻ ഉപയോഗിച്ചു. ഞാൻ വിളിച്ചു ചോദിച്ചു, ദൈവത്തിൻ്റെ എന്താന്ന്? പിന്നെ അറിയാം, 3 മണി സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു, തിരുവിടെയും പോ, കള്ളപ്രവാചകന് കർത്തൃമേശ നുറുക്കാൻ ഞങ്ങളെ പറ്റത്തില്ല. കർത്താവിൻ്റെ വാക്ക്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വെറുതെ മടങ്ങത്തില്ല. അയച്ച വേല ചെയ്തിരിക്കും. എൻ്റെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവ് വരരുത്, എൻ്റെ കൂടെ ഭോഷ്കിൻ്റെ ആത്മാവ് ക്രിയ ചെയ്യരുത്. വളരാനുള്ള സഭ, പ്രയോജനപ്പെടുവാനുള്ള സഭ, ദൈവസന്നിധിയിൽ ഏറ്റെടുക്കേണ്ടതിന് അറിയാവുന്നത് പരസ്യമായി വിളിച്ചു പറയട്ടെ. എൻ്റെ വായിൽ ദൈവം വരുന്ന വാക്കുകൾ ദൈവത്തിങ്കിൽ നിന്നാണെന്ന് കണ്ട് പരസ്യമായി വിളിച്ചു പറയുന്ന ദൈവഭയത്തെ ലക്ഷിക്കുവാൻ അവൻ വിടുകയില്ല. അവൻ വിദ്യനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കയ്യിൽ നമുക്കാക്കാം. പരിശുദ്ധാത്മാവനോട് 5 മണിക്ക് പറഞ്ഞ വേറൊരു കാര്യം, യെശയ്യാ 42:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും, ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന്, അന്ധകാരത്തിൽ വരെ കാഗ്രാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിനും ജാതികളുടെ പ്രകാശവും ആക്കും. ഇത് ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എടുത്തിട്ടുള്ള വാക്യമാണ്. 5 മണിയായപ്പോൾ ഒരു പദം ചേർന്നു, ഐ ആം ഫോമിങ് എ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ഇത് കിട്ടുന്നവർക്കായ സ്തോത്രം. ഞാനൊരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുക, ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. 1990 ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ് ചെയ്യുക. LCA ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ഇന്ന് ലോകം മുഴുവനും അറിയുന്ന ഇന്ത്യയുടെ അതിപ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ശ്രേഷ്ഠ മകുട ഉദാഹരണങ്ങളിൽ ഒന്നായ LCA സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. 1990 ഒരു പുതിയ ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ പുതിയ ഓഫീസ് സെറ്റ് ചെയ്തു. അതിരാവിലെ LCAയുടെ ഫസ്റ്റ് സ്റ്റെപ്സ് തുടങ്ങുവാൻ പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു വെളുത്ത ജീപ്പ് വീടിന്റെ മുമ്പിൽ. നീ ആരാ എന്നാ ചോദിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്, ജീപ്പിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ LCA ഓഫീസിലോട്ട് പോവാ, ഒന്നും എനിക്ക് കേൾക്കണ്ട. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ടൊത്തില്ല, ദൈവത്തിന് സ്തോത്രം. അറസ്റ്റ് വാറണ്ട് പെട്ടെന്ന് തിരുത്തി സമൻസോടെ മാറ്റി. പക്ഷെ അന്ന് ഞാൻ ഓഫീസിൽ പോയില്ല.
അന്ന് ഞാൻ അവരുടെ കൂടെ പോയി. എന്താ കാര്യമെന്നറിയാമോ? ഇറ്റ്സ് എ ടാസ്ക് ഫോഴ്സ്. ഒരു ടാസ്കിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ആക്കിയതാ. എന്നെ നിരപരാധി എന്ന് കോടതി കണ്ട് തിരിച്ചു വിട്ടു, അത് വേറെ കാര്യം. പക്ഷേ എൻ്റെ ഓഫീസ് ഉഴപ്പി. ഇന്ന് പകൽ ഏത് എന്ത് ചെയ്യുന്ന ഇടത്തും ഇഫ് യു ആർ എ മെമ്പർ ഓഫ് എ ടാസ്ക് ഫോഴ്സ് യു ഹാവ് എ റൈറ്റ്. ദൈവം നിങ്ങളെ ഒരു ടാസ്ക് ഫോഴ്സിലേക്ക് ആക്കിയിരിക്കുക. കുരുട്ട് കണ്ണുകളെ തുറക്കാൻ, പറഞ്ഞ മനസ്സിലാകാത്ത ചിലര്, കാണിച്ചു കൊടുത്ത കാണാത്ത ചിലര്. വാക്യം വായിക്കാൻ എനിക്ക് നേരമില്ല. 42:6 മുതൽ 9 വരെയാണ്. തന്റെ നിന്നെ മാറ്റിയിരിക്കുക. ഇന്ന് മുതൽ ഒരു ചേഞ്ചിന് തയ്യാറാക്. യു ആർ എ മെമ്പർ ഓഫ് എ ടാസ്ക് ഫോഴ്സ്. ഒന്ന്, യു ആർ കോൾഡ് ടു ബി എ പ്രോഫറ്റ്, എ വാച്ച്മാൻ ഓവർ ഇസ്രായേൽ. 2, യു ആർ എ മെമ്പർ ഓഫ് എ ടാസ്ക് ഫോഴ്സ്. 3, ഒരു സ്പെഷ്യൽ പ്രവാചകനാണ്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രവാചകനെ വിളിച്ചേച്ചു പറഞ്ഞു, അസാധ്യമായ, ഒരിക്കലും നടക്കുമെന്ന് ലോകം പറയാത്ത, ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാൻ നിന്നെ വിടാൻ പോകാ. അണ്ട ഉണങ്ങി വരണ്ട് കിടക്കുന്ന, എഴുന്നേൽക്കുവാൻ സാധ്യതയില്ലാത്ത, ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ ഞാൻ കാണുമ്പോൾ ഞാനൊരു സൈന്യത്തെ കാണുന്നു. ഞാനൊരു സൈന്യത്തെ കാണുന്നു. ആ അസ്ഥികൾ ഒരു സൈന്യമായി മാറണമെങ്കിൽ പ്രവാചക, അങ്ങ് ആ അസ്ഥികളുടെ നടുവിൽ നിൽക്കണം. മോശെ എന്തുകൊണ്ടാണ് നിർബന്ധിച്ച് അങ്ങയെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് വിളിക്കേണ്ടി വന്നത്? എൻ്റെ ജനത്തെ വിടുവിക്കണമെങ്കിൽ മോശെ, ഞാൻ ഫറവോന്റെ കൊട്ടാരത്തിൽ കാണുന്നു. മോശെ, അങ്ങ് കയറാതെ ജനം വിടുവിക്കപ്പെടത്തില്ല. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അസ്ഥിത്താഴ്വരകളെ മടക്കി. ഇത് സംഭവിക്കുമോ? പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞ്, എനിക്കറിയാൻ വയ്യ, എനിക്കറിയാൻ വയ്യ, ഞാൻ സാധ്യത കാണുന്നില്ല. പ്രവാചക, നിന്റെ കൂടെ നിൽക്കുന്ന ദൈവമാണെന്നറിയാമോ? കർത്താവേ, അറിയാം, എനിക്കറിയാൻ വയ്യ, ഞാൻ നോക്കിയിട്ട് സാധ്യതയില്ല. ഈ പട്ടണം കർത്താവിന് വേണ്ടി വേർതിരിയുവാൻ, ഈ പട്ടണത്തിൽ ചില യേശുവിന് വേണ്ടി ചെയ്തെടുക്കുവാൻ ഇന്ന് പകൽ വിളിക്കപ്പെട്ട ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമേ, നിയമിക്കപ്പെട്ട പ്രവാചക, ദൈവം തെരഞ്ഞെടുത്തതായ ടാസ്ക് ഫോഴ്സിന്റെ അംഗമേ, അല്ല വാച്ച്മാൻ ആയി നിയമിക്കപ്പെട്ടവരെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ്. എന്റെ സമയമാകുന്നു, ആയിക്കഴിഞ്ഞു. ഞാൻ ഇവിടോട്ട് നിർത്താൻ പോകുകയാ. എന്നെ ശ്രദ്ധിക്കുന്ന വലിയവരുമായ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഒന്ന് പറയട്ടെ, ആൾ മാറിയവനെ പോലെ ആകുവാൻ, ആൾ മാറിയവനെ പോലെ ആകുവാൻ ഞാൻ നിനക്ക് ഇരുമ്പ് കൊമ്പും താമ്രക്കുളം തരുമെന്ന് പറഞ്ഞ ഇസ്രായേൽ പുത്രി, എഴുന്നേര്, ഞാൻ നിനക്ക് ഇരുമ്പ് കൊമ്പും താമ്രക്കുളമ്പും തരും, നീ ജാതികളെ മെതിച്ചു കളയുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വചനത്തിനൊത്തവണ്ണം ലക്ഷോപലക്ഷം വിശുദ്ധന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ നിർത്തിയ, 1000 നേതാക്കന്മാരെ ദൈവത്തിന് വേണ്ടി അണിനിരത്തിയ, രാജ്യരെ ഒരുക്കിയെടുത്ത അതേ നിത്യദൈവത്തിന്റെ കരങ്ങളിൽ ബേഥേലിനെ ഏൽപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ ഒന്നുകൂടെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ആ ദൈവാനുഗ്രഹം ഇന്ന് ചിലരുടെ മേൽ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.